ആത്മാവ് ചലിക്കും കേട്ടോ. ആത്മാവ് പ്രവർത്തിക്കും. ഈ സമയത്ത് നാളുകളായി നിങ്ങളെ പിടിച്ചു വെച്ചിരുന്ന സകല രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ശക്തമായിട്ട് കൈയടിച്ച് ആരാധിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് കത്തിച്ചു കളയും. ബന്ധനങ്ങളെ കർത്താവ് തകർത്ത് കളയും. രോഗങ്ങളെ മാറ്റിക്കളയും. വർഷങ്ങളായിട്ടുള്ള സാമ്പത്തിക കെട്ടുകളെ പൊട്ടിച്ചു കളയും. നിങ്ങളാ തീരുമാനിക്കുന്നത് ഈ വിടുതൽ വേണമെന്നുള്ളത്. വേണയോ വേണ്ടെന്നുള്ളത് നിങ്ങളാ തീരുമാനിക്കുന്നത്. നിങ്ങൾ കൈയടിച്ച വിടുതലുണ്ടാകും. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരൊന്നും നോക്കണ്ട കേട്ടോ. ആത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് പോലെ കൈയടിച്ചു കൊള്ളണം, ഹല്ലേലൂയ പറഞ്ഞു കൊള്ളണം. ഇന്ന് ഈ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തന്നിരിക്കും. വിശ്വാസത്തോടെ കൈയടിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ, ഈ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ആത്മാവ് ചലിച്ചിരിക്കും. പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ടായിരിക്കും. ദൈവത്തിന് മഹത്വം. കർത്താവേ, ദൈവത്തെ ആരാധിക്കുന്നു. യേശുവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അബ്ബാ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം തരുന്നു. പ്രിയ പരിശുദ്ധാത്മാവെ, അങ്ങ് ചലിക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു. വാക്കാലോ പ്രവർത്തിയാലോ എന്ത് നടന്നാലും കർത്താവേ, അതിനുള്ള മഹത്വം അങ്ങേക്ക് തരുന്നു. ജനത്തിൻ്റെ ഉള്ളറകളിലേക്ക് വർഷങ്ങളായി ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന സങ്കടങ്ങളും വേദനകളും ഭാരങ്ങളും ഓർത്തോർത്തുള്ള ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ, ആരോടും പറയാനാവാത്ത സങ്കടങ്ങൾ ഇപ്പോൾ ഈ ആരാധിക്കുന്ന സമയത്ത് അത് മുഴുവൻ കണ്ണുനീരായിട്ട് പുറത്തു വരട്ടെ. ആന്തരിക സൗഖ്യമായിട്ട് പുറത്തു വരട്ടെ. ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. ഇത് കുറേ അങ്ങ് പോകും കേട്ടോ. ഇന്ന് മുഴുവൻ വേണേ ആത്മാവിത് അങ്ങ് ചലിപ്പിക്കും. ഇങ്ങനെ നിങ്ങളുടെ വിടുതലിൻ്റെ സമയമാണിത്. ഹല്ലേലൂയ. കൈ ഉയർത്തി പറഞ്ഞേ, കർത്താവ് ഇന്ന് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. നിങ്ങളുടെ വാക്കുകൾ വിശ്വാസത്തിലുള്ളതാകുമ്പോഴാണ് ഈ ഉച്ചത്തിൽ പറയാൻ പറ്റുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ, ഇന്ന് കർത്താവ് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന 2 പേരോട് പറഞ്ഞ് ഇന്ന് കർത്താവ് അഭിഷേകം ചെയ്യുന്നു. ഇന്ന് കർത്താവ് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞേ. ആ ലജ്ജയൊക്കെ അങ്ങ് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഉറപ്പാണോ ഇന്ന് കർത്താവ് ഇന്ന് പ്രവർത്തിക്കുമോ? ഉറപ്പാണല്ലോ. ഹല്ലേലൂയ. ഞാനിന്ന് എൻ്റെ കർത്താവിനോട് പറയുന്ന ചിന്തകൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ അകത്ത് ആത്മാവ് ഭയവിഹ്വലരായിരുന്ന ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന അതേ അഭിഷേകം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക. ഈ അഭിഷേകം നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങളുടെ ആത്മാവിൽ, മനസ്സിൽ, ശരീരത്തിൽ, കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഒരു ശക്തി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ ഈ സമയം മുഴുവൻ ഒരു ശകലം പോലും ശാന്തമാകാതെ ഇരുന്ന അഭിഷേകത്തെ തുള്ളിക്കാനായിട്ട് എനിക്ക് പറ്റും. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട് ആ വാക്കിന്. അതിന് സംഭവിക്കുകയും ചെയ്യും കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു വാഗ്ദത്തം പറയുന്നത്, വിശ്വാസത്താൽ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുകയും അതിനെ റിസീവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തന്നിരിക്കും. ഇവിടെ നിന്ന് വിശ്വാസത്താൽ കർത്താവിനെ ആരാധിക്കുകയും കർത്താവിന് മഹത്വം കൊടുക്കുകയും ശക്തമായിട്ട് കർത്താവിനെ കൈയടിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുവാണെങ്കിൽ നിന്റെ വീട്ടിലുള്ള വിഷയങ്ങൾ ഇവിടെ ഇരുന്ന് കൈയടിക്കുന്ന സമയത്ത് ആത്മാവ് ഇറങ്ങി മുറിച്ചു കളഞ്ഞിരിക്കും. എത്ര വലിയ വിഷയമാണെങ്കിലും ആത്മാവ് അതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കും. നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ശരീരത്തിൽ കർത്താവ് ഇടപെടും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ വിടുതൽ സംഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ പിശാചുക്കൾ വിട്ടുപോകുന്നത് വിശ്വാസത്തോടെ കൈയടിക്കുന്ന സമയത്താണ് ഈ നടക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കൈയടിച്ചതുകൊണ്ട് പിശാചുക്കൾ പോകണമെന്നില്ല. വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ടാകുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. എഫെസോസ് ലേഖനത്തിൻ്റെ അകത്ത് 5-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ അകത്ത് ഒരു വചനം പറയുന്നത്,
എപ്പോഴും എല്ലാറ്റിനും വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, നിങ്ങൾക്കിതെല്ലാം മനഃപ്പാഠമാണ് എങ്കിലും ഞാൻ വചനം പറയണല്ലോ. 1 തെസ്സലോനിക്കർ 5, 16, 17, 18. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശം. ഇതാണ് യേശുക്രിസ്തുവിലുള്ള ദൈവഹിതം എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ആത്മാവിൻ്റെ അളവില്ലാത്ത മഹാശക്തി നമ്മുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ നിറയുമ്പോഴാണ് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ചിരിക്കാനും സന്തോഷിക്കാനും നന്ദി പറയാനും പറ്റുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒരു ബോളിൻ്റെ അകത്ത് കാറ്റ് നിറച്ചിരിക്കുകയാണെങ്കിൽ, നല്ല ഫില്ലായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആര് ചവിട്ടിയാലും കൈകൊണ്ടടിച്ചാലും എവിടെ എറിഞ്ഞാലും അത് ചളുങ്ങുന്നില്ല. അതിൻ്റെ അകത്ത് കാറ്റുള്ളത് കൊണ്ടാണ്. എന്നാൽ അത് ചളുങ്ങിയിരിക്കുന്ന ഒരു ബോളാണെങ്കിൽ ആര് ചവിട്ടിയാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഏത് വ്യക്തി ചവിട്ടിയാലും അത് കുറേ കൂടെ അങ്ങ് ചളുങ്ങാൻ തുടങ്ങും, അതങ്ങ് ചുരുങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ്, കാറ്റില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവാകുന്ന കാറ്റ്, പരിശുദ്ധാത്മാവാകുന്ന ശക്തി കൊണ്ട് നിങ്ങൾ അകം നിറയപ്പെട്ടാൽ നിങ്ങൾക്കെതിരെ ആരെന്ത് പറഞ്ഞാലും എന്ത് പടച്ചു വിട്ടാലും അത് നിങ്ങളെ യേശത്ത് പോലുമില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. പിടുത്തം കിട്ടിയില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും നിറഞ്ഞിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതാണ് കാര്യം. നമ്മുടെ പുറത്തെ മനുഷ്യനല്ല നമ്മുടെ സ്വഭാവത്തെ പുറത്ത് കൊണ്ടുവരുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോഴാണ്, ആത്മാവ് ബലപ്പെടുമ്പോഴാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലാണ് വസിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി തുറക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ ആ മനുഷ്യന് നേരെ എന്ത് ചെയ്താലും, അപവാദം പറഞ്ഞാലും പരദൂഷണം പറഞ്ഞാലും, രോഗം വന്നാലും, തകർച്ച വന്നാലും, എതിർപ്പ് വന്നാലും, ഒറ്റപ്പെടൽ വന്നാലും, അവഗണന വന്നാലും ആ വ്യക്തി പരാജയപ്പെടുത്തില്ല. അവൻ ജയാളിയായിട്ട് ഈ ലോകത്ത് നിൽക്കും. കാരണം അവൻ്റെ അകത്തുള്ളത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് അവൻ്റെ അകത്തുള്ളത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കേണ്ടത് അതിൽ നിന്നാണ്. നിങ്ങളെ ആര് പരിഗണിച്ചില്ലെങ്കിലും, നിങ്ങളെ ആര് സ്നേഹിച്ചില്ലെങ്കിലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും ഈ അഭിഷേകം ഒന്ന് പ്രാപിച്ചേ നിങ്ങൾ നിരാശപ്പെടുകയല്ല, നിങ്ങൾ പതറിപ്പോവുകയല്ല. കാരണം നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്നവൻ എൻ്റെ ചങ്കിൻ്റെ അകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. അതുള്ളവൻ പിന്നെ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല, അവൻ്റെ സഹായം ആവശ്യപ്പെടേണ്ട കാര്യമില്ല. മനുഷ്യൻ സഹായിച്ചില്ലെന്നത് പതറേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ ഉറപ്പ് പറയുന്നു, ഈ ആത്മാവ് നിങ്ങളെ നിറച്ചിരിക്കും. കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കും. ഈ വചനത്തിൻ്റെ ശക്തി കർത്താവിനോട് പറഞ്ഞത്, ഈ അഭിഷേക വചനം എവിടെ നിന്ന് ആരെല്ലാം പറയുന്നുവോ അത് കേൾക്കുന്നവരുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും അസ്ഥിയിലും മജ്ജയിലും രക്തത്തിലും ഹാർട്ടിലും ലങ്സിലും തലച്ചോറിലും സെല്ലുകളിലും ജീനുകളിലും ക്രോമോസോമുകളിലും കിഡ്നിയിലും നട്ടലിലും തലച്ചോറിലെല്ലാം ഈ വചനം വ്യാപരിക്കാൻ തുടങ്ങും. ഇവിടെ നിന്ന് ശരിക്കും നിങ്ങൾ വചനം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, കർത്താവ് എന്നെ ഈ അഭിഷേകം ചെയ്ത് ഈ വചനം പറയുന്ന സമയത്ത് നിങ്ങളുടെ കിഡ്നിയിലുള്ള രോഗങ്ങൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വന്ന് മുറിച്ചു കളയും. നിങ്ങളുടെ തലച്ചോറിലുള്ള രോഗങ്ങൾ ഒരു തുള്ളി രക്തം പോലും പോകാതെ പരിശുദ്ധാത്മാവ് ഓപ്പറേറ്റ് ചെയ്ത് കളയും. നിങ്ങളുടെ ഹാർട്ടിനെ കർത്താവ് സൗഖ്യപ്പെടുത്തും, നിങ്ങളുടെ അസ്ഥിയെ സൗഖ്യപ്പെടുത്തും, നിങ്ങളുടെ മജ്ജയെ സൗഖ്യപ്പെടുത്തും. ബലമില്ലാത്ത കാലുകൾക്ക് ബലമുണ്ടാകും, നടക്കാൻ പറ്റാത്തവർ എഴുന്നേറ്റോടും, മാംസപേശികൾ ബലം പ്രാപിക്കും, ആരോഗ്യമുള്ളവരായി നിങ്ങൾ ഇവിടെ എഴുന്നേൽക്കും. വിശ്വസിക്കുന്നുണ്ടോ ഇത്? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നുകൂടി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞേ, അല്പം കൂടി ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ 28 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടി, അവളുടെ ഈ കയ്യിൽ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു മുഴ. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഈ പ്രഗ്നൻസി ടൈം ആയിരിക്കുന്നത് കൊണ്ട്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഓപ്പറേഷൻ ചെയ്യാം. പക്ഷേ ആ പെൺകുട്ടിയുടെ അവളുടെ ഈ ശരീരത്തിലെ ഏത് ഭാഗത്ത്, അവിടെ മാത്രമല്ല ഏത് ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാലും നരകം കാണുന്ന വേദനയാണെന്ന് അവൾ പറയുന്നത്. കാരണം ഇതിൻ്റെ വേദന ശരീരം മുഴുവൻ അങ്ങ് വ്യാപിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളോട് ഒരു ധ്യാനത്തിൽ വന്ന് ധ്യാനിക്കാനായിട്ട് വരുന്ന സമയത്ത് ഈ സ്തുതിപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സ്തുതിപ്പിൻ്റെ ശക്തി ഇന്ന് വരെ ഒരു മനുഷ്യന് മനസ്സിലായിട്ടില്ല, അവൻ അളക്കാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞില്ല അമ്മേ, ഹല്ലേലൂയ. അപ്പോൾ ഈ സ്തുതിപ്പിനെ കുറിച്ചുള്ള ക്ലാസ് കേട്ടു. സ്തുതിപ്പിൽ ദൈവം അത്ഭുതം ചെയ്യും, സ്തുതിപ്പിൽ ദൈവം പ്രവർത്തിക്കും, അസാധ്യങ്ങൾ സാധ്യമാകുമെന്ന് ഈ പെൺകുട്ടി കേൾക്കുക. എല്ലാവരോടും എഴുന്നേറ്റ് കൈ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞ സമയത്ത് ഈ പെൺകുട്ടിക്ക് കൈ ഉയർത്താൻ പറ്റത്തില്ല. അവൾ ഒരു കൈ ഉയർത്തി ശക്തമായിട്ട് ജനം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളും അറിയാതെ
കണ്ണടച്ചിട്ട് സ്തുതിച്ച് ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേനും അസാധാരണമായി സ്തുതിപ്പ് അങ്ങോട്ട് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങി. ജനമെല്ലാം മറന്ന്, പരിസരം എല്ലാം മറന്ന്, അടുത്തിരിക്കുന്നവരെയൊക്കെ മറന്നിട്ട് അവർ തമ്പുരാനെ മാത്രം മുഖത്ത് കണ്ടുകൊണ്ട് ശക്തമായിട്ടൊക്കെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സ്തുതിച്ച് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവള് കണ്ണ് തുറക്കുക. പെട്ടെന്ന് ഇവള് കുറേ സമയം കഴിഞ്ഞെന്ന് മനസ്സിലായി. പെൺകുട്ടി കണ്ണ് തുറക്കുന്ന സമയത്ത് ആ പെൺകുട്ടി 2 കൈ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഒരു കൈ ഉയർത്തിയെന്ന് ഇവക്ക് പോലും അറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ഒരു കാര്യം ഈ കുട്ടിക്ക് മനസ്സിലായി. ആ ഉയർത്തിയ അവളുടെ ഇടത്ത് കൈയിൽ അതിലായിരുന്നു വേദന. അവളിങ്ങനെ കൈ ഉയർത്തി നോക്കുമ്പോൾ വേദനയില്ല. രണ്ടാമത് ഈ വേദന ഉണ്ടാകാൻ കാരണമായ മുഴ നോക്കുമ്പോൾ ആ മുഴ അപ്രത്യക്ഷമായി. അവളുടെ കയ്യിൽ ആ മുഴയില്ല. ഇതെപ്പോഴാണ് നടന്നതെന്നറിയാവോ? ദൈവത്തെ ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒരൊറ്റ സ്തുതിപ്പങ്ങ് സ്തുതിച്ച് കയറി വന്നേ. ഹല്ലേലൂയ. ഉറക്കെ സ്തുതിച്ച്. വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. ആത്മാവേ, 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 നിറയണമേ, 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 നിറയണമേ. ഈ സ്തുതിക്കുന്ന ജനം വിശ്വാസത്താൽ നിറയട്ടെ. സ്തുതിക്കുന്ന ജനം വിശ്വാസത്താൽ നിറയട്ടെ. ഇവിടെ സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത ഒരാൾ, അത് ഒരു 25 26 വയസ്സ് പ്രായമുള്ള, ഏതാണ്ട് അടുത്ത് പ്രായം. ഞാൻ ഈ പറയുന്ന പ്രായമൊന്നും കറക്റ്റല്ല, എന്നാലും ഏകദേശം ഞാനങ്ങ് പറയാം. ഒരു പെൺകുട്ടി അവിടെ ധ്യാനിക്കാൻ വേണ്ടി വന്ന സമയത്ത് ആ കുട്ടികളുടെ അസുഖം എന്ന് പറഞ്ഞാൽ അതിന് അപസ്മാരമാണ്. 2 തീ കാണത്തില്ല, വെള്ളം കാണത്തില്ല, വെള്ളം ഇങ്ങനെ കൂടിക്കിടക്കുന്ന കാണത്തില്ല, രക്തം കാണത്തില്ല. ഇതെപ്പം കാണുന്നോ അപ്പോൾ ഈ പെൺകുട്ടിക്ക് അപസ്മാരം ഉണ്ടാവും. അപ്പോൾ അവിടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്തുതിപ്പിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ശക്തമായിട്ട് സ്തുതിക്കുന്ന സമയത്ത് അവൾ പറയുന്ന അവളുടെ ശരീരത്തിൽ എന്തോ ഒരു കറണ്ട് അടിക്കുന്ന പോലെ എന്തോ ഒരവസ്ഥയുണ്ടായി, ഒരു ചലനമുണ്ടായി. ഒരു ബോധ്യം അവൾക്ക് മനസ്സിലായി. അവളെല്ലാം മറന്ന് സ്തുതിക്കുന്ന സമയത്ത് ആ ശരീരത്തിലും മനസ്സിലും എന്തോ ഒരു പുതിയ ഉന്മേഷം ഉണ്ടായെന്ന് പറയുന്നു. ഉള്ളിലൊരു ബോധ്യമുണ്ടായി. തൻ്റെ രോഗം ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നതായിട്ട് ഇവക്ക് ഉള്ളിലൊരു ബോധ്യമുണ്ടായി. പെൺകുട്ടി ചെയ്തത്, നാട്ടിൽ ചെന്നിട്ട് അവരുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കശാപ്പുശാലയുണ്ട്. അവിടെ ചെന്ന് വേറെ ഒരു കൂട്ടുകാരിയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ ഇതിനെങ്ങനെ കൊന്നിട്ടിരിക്കുക ഗുരുവിനെ. അവൾ കൈകൊണ്ട് ആ രക്തം ആ മാംസത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വാരിയെടുത്തു. അവൾ അതിങ്ങനെ കൈകൊണ്ട് നോക്കി, മുഖത്ത് ഇങ്ങനെ നോക്കി 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവക്കൊരു അസുഖം ഉണ്ടായില്ല. സിനിമ കാണാൻ വന്ന ഇരിക്കുന്നവരല്ലാത്തവർ ഹല്ലേലൂയ പറയാം. ആമേ, ഹല്ലേലൂയ. രണ്ടാമത് ഈ പെൺകുട്ടി അവളെ കുറേ കരികല മിറ്റത്തുണ്ടായിരുന്നു, അത് വാരിയിട്ടിട്ട് തീ കൊടുത്ത് ആ തീയെ നോക്കി ഇങ്ങനെ നിന്ന് കുറേ നേരം. ആ സമയത്ത് അവൾക്ക് ആ രോഗം ഉണ്ടായില്ല. മൂന്നാമത് അവൾ പുഴയുടെ അടുത്തോടെ, അവിടെ വീടിൻ്റെ അടുത്തുള്ള പുഴയുടെ അടുത്തോടെ ഇവൾ ഒരു കൂട്ടുകാരിയായിട്ട് പോയി കുറേ നേരം പുഴയെ തന്നെ നോക്കിക്കൊണ്ട് നടന്നു. കുറേ സമയം നടന്നിട്ടും ഇവൾക്ക് ആ രോഗം ഉണ്ടായില്ല. വർഷങ്ങൾ ഇന്ന് 10-18 ഇതുവരെ അവൾക്ക് ആ രോഗം ഉണ്ടായില്ല. അന്നത്തെ സ്തുതിപ്പിൽ ആ രോഗം കർത്താവ് എടുത്ത് ദൂരെ കളഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് കയറി വന്നേ. കൈ ഉയർത്തി സ്തുതിച്ചേ, ഉണർവോട് കൂടി സ്തുതിച്ചേ. സ്തുതിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലും ചില വ്യത്യാസം കർത്താവ് വരുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ, 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 നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിലെ പല വിധത്തിൽ പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയാം. ഈ പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്നറിയാം? ബുദ്ധി ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. 2 വിധത്തിലുള്ള വിശ്വാസിയുണ്ട്. ബുദ്ധിയുടെ വിശ്വാസിയുണ്ട്, വിശ്വാസത്തിലുള്ള വിശ്വാസികളുമുണ്ട്. വിശ്വാസികളായിട്ടുള്ളവർ എന്ത് കേട്ട് കഴിഞ്ഞാലും അവരെന്നെ റിസീവ് ചെയ്തും അവരനുഗ്രഹിക്കപ്പെടും. മറ്റുള്ളവരെന്നാന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെ സംഭവിക്കും, അതങ്ങനെ സംഭവിക്കുമോ, ഇത് ശരിയാകുമോ, ഇങ്ങനെ ശരിയാകുമോ. എന്നോട് ശുശ്രൂഷം പറഞ്ഞ് ഞാനിങ്ങനെ ഓർക്കാം. അമേരിക്കയിലുള്ള ഒരാൾ മരിച്ചതിന് ശേഷം അവിടുത്തെ ശുശ്രൂഷ എന്നൊരു വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മരിച്ച വ്യക്തി എഴുന്നേക്കും. അവിടെയുള്ള വിശ്വാസികളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തുള്ളിച്ചാടി കർത്താവിന് നന്ദി പറയും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, മലയാളിയോട് ഒരാൾ പ്രാർത്ഥിച്ചപ്പം ജീവിച്ചെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ മലയാളി ചോദിക്കും അയാളുടെ ഇമെയിൽ,
അഡ്രസ്സ്, വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, അതുപോലെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇവൻ എന്നും ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഒരു മനുഷ്യൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു മനുഷ്യൻ, ഞാനൊരു റോൾസ് റോയ്സ് കാർ വാങ്ങാൻ പോവുകയാണ്. അദ്ദേഹം എഴുതിയിരിക്കുക ആ വീഡിയോക്കകത്ത്. അപ്പം ഈ മനുഷ്യൻ വാങ്ങിക്കുന്ന കാര്യം എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ തപ്പി ചെന്നിട്ട് കുറേ ചെറുപ്പക്കാർ കമൻ്റ് ഇട്ടിരിക്കുക, സാറേ റോൾസ് റോയ്സ് എന്നുള്ളത് ROSC, റോയ്സ് എന്നുള്ളത് SC എന്നല്ല അവസാനം തീരുന്നത്, CE എന്നാണ് തീരുന്നതെന്ന്. അതിൻ്റെ അവസാന വാക്യം റോൾസ് റോയ്സ് എന്നുള്ളതിൻ്റെ ആ റോയ്സ് എന്നുള്ള സ്പെല്ലിങ് തെറ്റിപ്പോയെന്ന് ആ മനുഷ്യൻ അതിൻ്റെ അടിയിൽ എഴുതി. ഈ വാങ്ങിക്കാനിരുന്ന മനുഷ്യൻ എഴുതി, നിങ്ങൾ സ്പെല്ലിങ് തപ്പിക്കൊണ്ടിരുന്നു, ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയുള്ളൂ ഓരോരോ കാര്യം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് റോൾസ് റോയ്സ് വാങ്ങിക്കുകയും ചെയ്യും. കയറിയില്ല. അതായത് ഈ ബുദ്ധി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, കുറ്റം കണ്ടുകൊണ്ടിരിക്കുന്നവർ, അത് മാത്രം ആയുഷ്കാലം വരെ അത് കണ്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. നമ്മൾ പുതിയ വചനം വരുമ്പോൾ അത് കയറിപ്പിടിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ടവരാണ് നമ്മൾ. അത് പ്രാപിക്കാതിരിക്കാനാണ് പിശാചി പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ ശരീരത്തിൽ നിന്ന് മുഴ പോയത്? അത് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണ്ടേ? കണ്ടോ, ഇതാ ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിൽ കയറി ചിന്തിക്കുന്നവർ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആര് പ്രസംഗിച്ചാലും അത് കയറിപ്പിടിക്കാൻ തയ്യാറുള്ളവരുടെ അകവും പുറവും കർത്താവ് സൗഖ്യപ്പെടുത്തും. വീട്ടിൽ അത്ഭുതം കാണും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അതാണ് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ വിശ്വാസത്താൽ എന്ത് കേൾക്കുന്നു അത് കയറി പിടിച്ചോളണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പറഞ്ഞാണ്, ഒരു പെൺകുട്ടി, ഞാനിത് പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞതെന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ കൂടുതലായിട്ട് കൗൺസിലിങ്ങിന് വരുന്നത് ഇവരാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് വൈദ്യശാസ്ത്രം കൈവിട്ട ഒരു സഹോദരി, അവൾക്ക് നായിക്കുമല്ലച്ഛൻ്റെ ഫോട്ടോയെ കണ്ടിട്ടുള്ളൂ, അച്ഛൻ ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ആ ഫോട്ടോയിൽ മുകളിലായിട്ട് താഴെയായിട്ട് ആരോ സൗഖ്യപ്പെട്ട ഒരു സാക്ഷ്യം അച്ഛൻ്റെ ശുശ്രൂഷയിൽ. വൈദ്യശാസ്ത്രം കൈവിട്ടി പെൺകുട്ടി അപ്പനും അമ്മയോടും പറഞ്ഞു, എനിക്ക് ഈ അച്ഛനെ പോയി കാണണം, അപ്പം ഞാൻ സൗഖ്യപ്പെടും. അവൾ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇങ്ങനെയാണ്, എപ്പോഴച്ഛനെ കാണണോ അപ്പം സൗഖ്യപ്പെടും, എപ്പോഴച്ഛനെ കാണണോ അപ്പം സൗഖ്യപ്പെടും. ഇവൾ നേരിട്ട് കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഇവർ ഈ അവസാനത്തെ ആഗ്രഹമാണെന്ന് ഉദ്ദേശിച്ച ഒരു വണ്ടിയൊക്കെ വിളിച്ച് അവിടെ പോട്ടയിൽ കൊണ്ടുവന്നു. അച്ഛനന്ന് പോട്ടയിലാണ് താമസിക്കുന്നത്. ആ സമയത്ത് ഈ ഗേറ്റ് കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പം അച്ഛനൊരു ബൈബിളൊക്കെ പിടിച്ച് ആ ചാപ്പലിൻ്റെ സൈഡിൽ കൂടെ വരികയാണ്. ഇപ്പോൾ ഈ ഫോട്ടോ എടുത്ത് നോക്കിയാൽ പറഞ്ഞാൽ അത് നായിക്കമല്ലച്ഛൻ അന്ന് പുറകിൽ ഇരുന്ന് ആരാണ്ട് പറഞ്ഞു. അവൾ ആ ചില്ലങ്ങ് താത്തി, കാറിൻ്റെ ചില്ല് താത്തിയിട്ട് അച്ഛൻ്റെ നേരെ ആ ചില്ല് താത്തി ഇവൾ അച്ഛൻ നടന്നു വരുന്നതെന്ന് നോക്കി. ആ സമയത്ത് തളർന്നു പോയി അവൾ ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഓടി. വിശ്വാസമായത്, ഇത് വിശ്വാസമാണ്. ഇത് ബുദ്ധിയുള്ളമാർ ചിന്തിക്കുന്നത്, എന്നാൽ പിന്നെ അവർക്ക് ഈ മരുന്ന് കഴിച്ചിട്ട് ഇരുന്നിട്ട് ഓടാൻ വേണ്ടി അച്ഛനെ കാണുമ്പോഴാണ് ഓടേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവർ ഇവിടുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നു, കാണുന്നതും കേൾക്കുന്നതും ദൈവാത്മാവിൻ്റെ ശബ്ദമാണെങ്കിൽ കയറി പിടിച്ചോണം. നിന്നെ റോക്കറ്റ് ഉയർത്തുന്നത് പോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ദൈവം ഉയർത്തും. ഇതാ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്രിക്കിൻ്റെ ഒരു ചരിത്രം, അതിനെ ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഒരു ചരിത്രം, അദ്ദേഹത്തെ ചെറുപ്പത്തിൽ തന്നെ ശത്രുരാജ്യം പിടിച്ചോണ്ട് പോയി, അടിമയാക്കി പിടിച്ചോണ്ട് പോയി. മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ വേദന, പരിചയമുള്ള ഒരു മുഖവും ഇല്ലാത്തതിൻ്റെ വേദന, ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതെല്ലാം വളരെ ചുരുക്കമായിട്ട് ഭക്ഷണം കിട്ടത്തുള്ളൂ. 10-12 വയസ്സ് പ്രായമുള്ള സമയത്താണ് തട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഈ പാട്രിക്കിനുണ്ടാകുന്ന ലോകത്തിൽ നിന്നുള്ള മനുഷ്യരിൽ നിന്ന് ഏക വ്യത്യാസം ഈ കുട്ടിക്കുണ്ടായിരുന്നത്, അവൻ സമയം കിട്ടുമ്പോഴെല്ലാം കർത്താവുമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ കഠിന വേദനയുടെ സഹനത്തിൻ്റെ സമയത്ത് പാട്രിക്ക് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പാട്രിക്കിനോട് പറഞ്ഞു, നീ ഇവിടുന്ന് എഴുന്നേറ്റ് കടത്തീരത്തേക്ക് പോവുക. പാട്രിക്ക് അത് വിശ്വസിച്ചു. അവൻ നടന്നു ചെല്ലുമ്പോൾ കപ്പൽ പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ കപ്പിത്താൻ മുകളിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ആത്മാവ് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കപ്പിത്താൻ ചോദിച്ചു, നീ എന്താ വന്നത്? പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്തോട്ട് പോകണം, പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. ആ കപ്പിത്താൻ്റെ മനസ്സിൽ ദൈവം അലിവ് തോന്നിച്ചു. അങ്ങനെ ഈ പാട്രിക്കിൻ്റെ നാട്ടിൽ കൊണ്ടുപോയി ഈ കപ്പിത്താൻ ഈ കുട്ടിയെ ഇറക്കി. അവിടെ ചെന്ന് കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വേറെ ഒരു ദേശത്തേക്ക് അയക്കാൻ പോവുകയാണ്. നിൻ്റെ വിദ്യാഭ്യാസം അവിടെ വെച്ച് നടക്കും. നിന്നെ വലിയൊരു ലെവലിലേക്ക് ഞാൻ ഉയർത്താൻ പോവുകയാണ്. പാട്രിക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. അതിനുശേഷം സെമിനാരിലേക്ക് പോയി. അവിടെ വെച്ച്
പട്ടം സ്വീകരിച്ചു. അതിനുശേഷം വീണ്ടും പരിശുദ്ധാത്മാവ് ഉയർത്താൻ തുടങ്ങി. അങ്ങനെ ബിഷപ്പാക്കി മാറ്റി. ആ സമയത്ത് മാർപ്പാപ്പ ഈ പാട്രിക്കിനെ വിളിച്ചു പറയുകയാണ്, അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം മന്ത്രവാദ ശക്തികളും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെട്ട് ജനങ്ങൾ നശിച്ചു പോവുകയാണ്. ജനം നരകത്തിലേക്ക് പോകാൻ തയ്യാറായിട്ടെടുക്കുകയാണ്. പാട്രിക്കെ, നീ അവിടെ പോയി അയർലൻഡിനെ സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിച്ച് അയർലൻഡിനെ തിരിച്ചു പിടിക്കണം. പരിശുദ്ധാത്മാവുമായിട്ട് അസാധാരണമായ കണക്ഷൻ ഉണ്ടായിരുന്ന ആ പാട്രിക്ക് ആ അയർലൻഡിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനത്തോട് സുവിശേഷം പ്രസംഗിച്ചു. രാജാവും രാജാക്കന്മാർ സുവിശേഷം കേട്ടു. മന്ത്രവാദികൾ, ആ ദേശത്തെ മുഴുവൻ അടക്കി വാണിരുന്ന മന്ത്രവാദികളുണ്ടായിരുന്നു. സർപ്പാരാധനയായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പാട്രിക്കിന് ഒരാശയമുണ്ടായി. പാട്രിക്ക് എല്ലാ മന്ത്രവാദികളെയും രാജാവിനെയും വിളിച്ചിട്ട് പറഞ്ഞ് കടത്തീരത്ത് വരണം. കടത്തീരത്ത് വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് സത്യദൈവം, അത് യേശുവാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. രാജാവും ജനങ്ങളും ഈ മന്ത്രവാദികളും അവിടെ വന്ന സമയത്ത് പാട്രിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലയോ സത്യ ദൈവമേ, ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് അങ്ങ് ഈ ലോകത്തോട് വെളിപ്പെടുത്തണമേ. ഇവർ ആരാധിക്കുന്ന, ഇവരുടെ മിഥ്യാ ദൈവമായിരിക്കുന്ന ഈ സർപ്പത്തെ ഇവിടെ വെച്ച് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ ആരാധന ഈ ദേശത്ത് നിന്ന് നിർവീര്യമായി പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകലവിധ സർപ്പങ്ങളും പുറത്തു വരാൻ കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കണമോ? ചരിത്രം എഴുതി വെച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് ശാസ്ത്രജ്ഞന്മാർ പരിശോധിക്കുമ്പോൾ അളക്കകത്ത്, മാളത്തിൻ്റെ അകത്തുണ്ടായിരുന്ന മുട്ടയ്ക്കകത്തിരുന്ന പാമ്പ് പോലും ഈ കമാൻഡിങ് പവർ, ആ ശബ്ദം കേട്ട് പുറത്തു വന്ന പാമ്പും കുഞ്ഞുങ്ങൾ വന്ന് മുഴുവൻ വലിയ പാമ്പും ചെറിയ പാമ്പും വന്ന് അയർലൻഡിലെ കടലിൽ മുങ്ങിച്ചത്തു എന്ന് ചരിത്രം എഴുതി വെച്ചിരിക്കുന്നു. ഇന്നും അയർലൻഡിൽ ഒരൊറ്റ പാമ്പില്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പം പിന്നെ ഈ പാമ്പിനെ കാണാൻ വേണ്ടി കാഴ്ച ബംഗ്ലാവിലും ചിലർ വീടുണ്ടെന്നാണ് പറഞ്ഞു. ഈ പാമ്പിനെ കാണിക്കാൻ വേണ്ടി, ഈ തലമുറയെ കാണിക്കാൻ വേണ്ടി. വർഷങ്ങൾക്ക് മുമ്പ് അഭിഷേകം നിറഞ്ഞ ഒരു മനുഷ്യൻ, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിനാൽ ഭൂമിയുടെ മേലും പ്രപഞ്ചത്തിൻ്റെ മേലും ലോകത്തിന് മേലും അധികാരം ദൈവം കൊടുത്തെങ്കിൽ അതേ പരിശുദ്ധാത്മാവാണ് അടുത്ത നിമിഷം മുതൽ നിങ്ങളുടെ നാവിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നോട് പറയുന്നു, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ചില വ്യക്തിയുടെ ശരീരത്തുള്ള രോഗത്തെ, രോഗപീഠകളെ, രോഗാണുക്കളെ, മന്ത്രവാദത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ മാലാഖമാരിറങ്ങി ബന്ധിക്കുന്ന ഈ സമയത്ത്, കെട്ടുകൾ പൊട്ടിമാറുന്ന ഈ സമയത്ത്, കടഭാരങ്ങൾ വിട്ടുപോകുന്ന ഈ സമയത്ത്, വീടിൻ്റെ അകത്ത് തുടർച്ചയായിട്ട് കലഹമുണ്ടാക്കുന്ന, വീടുകളിൽ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കലഹമുണ്ടാക്കുന്ന, അവസാനം പിണക്കമായി മാറുന്ന, ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന, കുഞ്ഞുങ്ങളുടെ മദ്യപാനത്തിൻ്റെ അവസ്ഥ, കുടുംബത്തിലുള്ള മദ്യപാനത്തിൻ്റെ സ്പിരിറ്റുകൾ, വ്യഭിചാരത്തിൻ്റെ സ്പിരിറ്റുകൾ, അനുസരണക്കേടിൻ്റെ സ്പിരിറ്റുകൾ, മാരക രോഗത്തിൻ്റെ സ്പിരിറ്റുകളെ യേശുവിൻ്റെ നാമത്തിൽ മാലാഖമാരെ ബന്ധിക്കുന്ന ഈ സമയത്ത് വിടുതൽ പ്രാപിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ. ആത്മാവ് ഇറങ്ങട്ടെ, ആത്മാവ് ഇറങ്ങുന്നു, ആത്മാവ് ഇറങ്ങുന്നു, ആത്മാവ് ഇറങ്ങുന്നു. അഭിഷേകം വ്യാപരിക്കുന്നു, അഭിഷേകം വ്യാപരിക്കുന്നു, അഭിഷേകം വ്യാപരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന സ്തുതിക്കുന്ന ജനത്തിന് മേൽ ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങുന്നതിനെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങുന്നതിനെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവെ, ജനം ഇന്ന് വിടുതലിലേക്ക് കയറട്ടെ. പ്രിയ പരിശുദ്ധാത്മാവെ, ഇനി ഇവർ കരയേണ്ടവരല്ല, ഇവർ വിടുതൽ പ്രാപിക്കേണ്ടവരാണ്. പരിശുദ്ധ അമ്മയുടെ ഒറ്റ വാക്കിനാൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ജനം മുഴുവൻ ആത്മാവിനെ നിറയട്ടെ. നിങ്ങളുടെ നാവിനെ കർത്താവിന് വിട്ടുകൊടുത്തേ. രാവിലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങളുടെ നാവിനെ കർത്താവിന് വിട്ടുകൊടുക്കുക. നാവിനെ വിട്ടുകൊടുത്ത് വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ആരാണോ സ്തുതിക്കുന്നത് അവരിരിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ അഭിഷേകം ഇറങ്ങി വരികയാണ്. ആരാണ് സ്തുതിക്കുന്നത് അവരുടെ വീടിൻ്റെ അകത്തേക്ക് കർത്താവിൻ്റെ അഭിഷേകം ഇറങ്ങിയാണ്. ആരാണ് സ്തുതിക്കുന്നത് വീട്ടിലുള്ളവരും പുറത്തു പോയിരിക്കുന്നവർ ഈ സമയത്ത് സംരക്ഷിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്ന് നിങ്ങളുടെ നാവാണ്.
ഞാനത് തെളിയിക്കാൻ പോവുകയാണ്. നാവിനെ കൺട്രോൾ ചെയ്യുന്നവൻ ലോകത്തെ കൺട്രോൾ ചെയ്യുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? നാവിനെ കൺട്രോൾ ചെയ്യുന്നവൻ ലോകത്തെ പിടിച്ചു കെട്ടുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടത് പഞ്ചേന്ദ്രിയങ്ങളുടെ കൺട്രോളിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ പോവുക. അത് വന്നാൽ നിങ്ങളെ പിന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു പൈശാചിക ശക്തികൾക്കും പറ്റത്തില്ല. നിങ്ങളുടെ നാവിൽ പവർ വന്നാൽ അനുസരണമില്ലാത്തൊരു വ്യക്തിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നിരിക്കും. കാരണം നിങ്ങളുടെ നാവിലുള്ള ദൈവത്തിൻ്റെ അതോറിറ്റിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വിക്കനായിരുന്ന മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞു, ഫറവോ എന്ന് പറയുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവനോട് പറയണം എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടുതരാനായിട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു രാജാവിനോട് എന്ന് കൽപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഭൂമിയിൽ ഒരു മനുഷ്യന് സാധിക്കുമോ? അങ്ങനെ ചെയ്താൽ അവൻ്റെ കഴുത്തിൽ പിന്നെ തല കാണത്തില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ച മോശ എന്നിട്ട് പറഞ്ഞു, ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ രാജാവേ നീ എൻ്റെ ജനത്തെ വിട്ടുതരാൻ. ഹല്ലേലൂയ. അഭിഷേകമുള്ള വാക്കിന് മുന്നിൽ രാജാവ് സ്റ്റക്കായിപ്പോയി. രാജാവിന് പിന്നെ പ്രവർത്തിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ നാവിന്മേൽ ഈ അതോറിറ്റി വരട്ടെ. നിങ്ങളുടെ നാവിന്മേൽ ഈ അതോറിറ്റി വരട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. ഈ അതോറിറ്റി വന്നാൽ ഏത് മരിച്ചു കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാനുള്ള കമാൻഡിങ് പവർ കർത്താവ് തരും. നാട്ടിലിരുന്ന് നീ ദൈവത്തെ സ്തുതിച്ചാൽ വീട്ടിലിരിക്കുന്ന ബന്ധനം പൊട്ടിക്കും കർത്താവ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? നാട്ടിലിരുന്ന് ദൈവത്തെ സ്തുതിച്ചാൽ വീട്ടിലുള്ള ബന്ധനത്തെ കർത്താവ് പൊട്ടിക്കുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ വീടിന്റെ അകത്തെ പൂട്ടിനെ കർത്താവ് പൊളിച്ചു കളയും. പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ വീട്ടിൽ പിശാചേറ്റിരിക്കുന്ന പൂട്ടുകൾ തകർത്ത് കളയും ദൈവം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ വീട്ടിൽ വാ തുറന്നിരിക്കുന്ന പിശാചിന്റെ വായെ അടയ്ക്കും ദൈവം. വിടുതൽ വേണ്ടവർ ഏറ്റെടുത്തോണം കേട്ടോ, വിടുതൽ വേണ്ടവർ ഏറ്റെടുത്തോണം. നാളുകളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, രോഗങ്ങൾ, കടബാധിതരുടെ കെട്ടുകളെ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മുറിച്ചു കളയുകയാണ്. ജനം വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വിടുതൽ പ്രാപിച്ചോണം. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തോണം. ഒരൊറ്റ വ്യക്തി പോലും ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുൻപായിട്ട് അനുഗ്രഹം പ്രാപിക്കാതെ പോകരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാനാണ് കൂട്ടി വരുത്തിയിരിക്കുന്നത്. ആദിമ നൂറ്റാണ്ടിൽ സെഹിയോൻ മാളികമുറിയെ ഇളക്കി മറിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ ചങ്കിൻ്റെ അകത്ത് വ്യാപരിക്കാൻ പോകുക, കുടുംബത്തിൽ വ്യാപരിക്കാൻ പോകുക. അവൻ്റെ ശക്തി നിങ്ങളുടെ കൈകളിലൂടെ വ്യാപരിക്കാൻ പോകുക. എത്ര വർഷം പഴക്കമുള്ള ബന്ധനങ്ങളും, എത്ര വർഷം പഴക്കമുള്ള ആഭിചാരങ്ങളും, എത്ര വർഷം പഴക്കമുള്ള ക്ഷുദ്രപ്രയോഗങ്ങളും, എത്ര വർഷം പഴക്കമുള്ള അനുഗ്രഹ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കട്ട് ചെയ്ത് കളയുന്നു. വർഷങ്ങളായി കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന, വർഷങ്ങളായി കുടുംബങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന, വർഷങ്ങളായി കുടുംബങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന, വർഷങ്ങളായി കുടുംബങ്ങളെ നശിപ്പിക്കാനായിട്ട് ഇവരുടെ കുടുംബങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഫിലിപ്പിയർ 2:10 വചനത്തിന്റെ ശക്തിയാൽ കീഴടങ്ങാൻ കൽപ്പിക്കുന്നു. ഇവിടെ വന്ന് കൈയടിക്കുന്ന ജനം ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ വന്ന് കൈയടിക്കുന്ന ജനം ദൈവത്തിൻ്റെ മക്കളാണ്. ഇവരെ തൊടാൻ ഒരു പിശാചിനും അധികാരമില്ല. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ട പിശാചിൻ്റെ കൈകൾ ഇവരുടെ കുടുംബത്തിൽ നിന്ന്, ഇവരുടെ കുഞ്ഞുങ്ങളിൽ നിന്ന്, ഓരോ വ്യക്തികളിൽ നിന്ന് എടുത്തു മാറ്റാൻ കൽപ്പിക്കുന്നു. ശക്തിയേറിയ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി വന്ന് തലങ്ങും വിലങ്ങും ദുഷ്ടശക്തികളെ വെട്ടട്ടെ, ദുഷ്ടശക്തികളെ ബന്ധിക്കട്ടെ. കുടുംബ കലഹത്തിൻ്റെ ദുരാത്മാവ്, മദ്യത്തിൻ്റെ ദുരാത്മാവ്, മരണത്തിൻ്റെ ദുരാത്മാവ്, ആത്മഹത്യയുടെ ദുരാത്മാവ്, കടഭാരങ്ങളുടെ ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ മാലാഖമാരിറങ്ങി ബന്ധിക്കട്ടെ.
നിന്റെ കുടുംബത്തെ തൊടാൻ, നിന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ, നിന്റെ മാതാപിതാക്കളെ തൊടാൻ, നിന്റെ സഹോദരങ്ങളെ തൊടാൻ, നിന്റെ ജീവിത പങ്കാളിയെ തൊടാൻ ഒരൊറ്റ വ്യക്തിയെ പോലും യേശു അനുവദിച്ചിട്ടില്ല. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. മർക്കോസിന്റെ മാളിക മുറിയെ കുലുക്കിയ അതേ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് പൈശാചി അടിസ്ഥാനങ്ങളെ കുലുക്കട്ടെ. കൈയടിക്കാൻ പറ്റുന്നവർക്ക് ശക്തമായിട്ട് കൈയടിക്കുക. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഇന്ന് വിടുതലുണ്ട്. ഹല്ലേലൂയ പറഞ്ഞ് ഉറക്കെ സ്തുതിക്കുന്നവർക്ക് അങ്ങനെ സ്തുതിക്കുക. സിനിമ കാണാൻ വന്നവർക്ക് സിനിമ കണ്ടിട്ട് പോകാം, ആരാധിക്കാൻ വന്നവർക്ക് ആരാധിച്ചിട്ട് പോകാം, വാ തുറന്ന് സ്തുതിക്കേണ്ടവർക്ക് സ്തുതിച്ചിട്ട് പോകാം. ഇനിയും ദുഃഖിച്ചിരിക്കാൻ വന്നവർ അങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് പോകാം. ഉണർവോടുകൂടി സന്തോഷത്തോടെ ആരാധിച്ചേ. മുറിഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങളെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ മുറിയണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ എല്ലാം മറന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റക്കാരുടെ പറയട്ടെ, യെശയ്യാ 53:5, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞേ. അവന്റെ മുറിവിനാൽ നിങ്ങൾ ആയിരിക്കുന്നു. ആയേക്കാമെന്നാണോ? ആകുമെന്നാണോ? സൗഖ്യമുള്ളവർ കഴിഞ്ഞുപോയി. അതാണ് ഈ കയ്യടിയിലൂടെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ എന്താണ് തുറന്നു കൊണ്ടുവരുന്നത്. നിങ്ങളുടെ സൗഖ്യം വിടുതലുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്, ബുദ്ധിയിലുള്ളവർക്ക് വേണ്ടിയല്ല. ഒരു എറണാകുളത്തുള്ളൊരു സഹോദരനാണ്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ പെട്ട് അദ്ദേഹത്തിൻ്റെ കൈ മൊത്തം ഒടിഞ്ഞു പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർമാർ ഈ 2 അസ്ഥി ഒരെണ്ണം ഇത് കൂടെ കമ്പി ഇട്ടു. അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ശക്തമായ വേദനയുണ്ടായി. അദ്ദേഹം നമ്മുടെ ഒരു പ്രയർ ഗ്രൂപ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, വിശ്വാസത്തോടെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ കർത്താവ് അത് പ്രവർത്തിക്കാൻ നോക്കിയിരിക്കുക. നമുക്കുള്ള പ്രശ്നം എന്നാണെന്നറിയോ? ഇപ്പോഴും ഈ ഉപ്പുമാങ്ങ ഉപ്പിലിട്ട പോലെ ഇരിക്കണം. നിങ്ങൾ ആദ്യമായിട്ടൊന്ന് സന്തോഷത്തോട് പറഞ്ഞ് കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞേ. എന്നോടല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ, ഇന്ന് കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. മുഖം വാടരുത് കേട്ടോ. നിങ്ങളുടെ പ്രശ്നം 10,000 കോടി ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സമയത്ത് കർത്താവിന് അത് മുറിച്ച് കളയാൻ പറ്റും. എത്ര വലിയ വിഷയങ്ങളും നിങ്ങളുണ്ടല്ലോ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് എന്ത് വലിപ്പത്തിലാണ് നിങ്ങൾ കാണുന്നത്? ദുഃഖിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം, നിങ്ങളിപ്പോഴും ദുഃഖിച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം. കർത്താവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് വളരെ ചെറിയൊരു കർത്താവിനെ കുറിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കിട്ടും കേട്ടോ. നിന്റെ 1000 കോടി രൂപ ഉള്ള ആ കടത്തെ കഴിഞ്ഞും വലിപ്പമുള്ളവനാണ് കർത്താവെന്ന് നീ വിശ്വസിച്ചാൽ നിനക്ക് ഹല്ലേലൂയ പറയാൻ പറ്റും. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ 10,000 കോടി മടങ്ങ് ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. ഇപ്പോഴേ വിടുതൽ നടക്കുകയുള്ളൂ. ഇവിടെ ആൾക്കാർ പറയുന്നത് തത്തക്കൂട്ടിൽ നിന്ന് വന്ന് ചീട്ടെടുക്കുന്ന അത്രയും വലിയൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളൊക്കെ വിശ്വസിക്കുന്ന അതാ. നമ്മൾ സങ്കടപ്പെടുന്നതിൻ്റെ കാരണം അതാന്നേ. കാരണം നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ ചെറിയൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പറച്ചിലൊക്കെ പറയും, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട്. ബാക്കിയൊക്കെ എല്ലാം കാണാതെ അറിയാം. ഒരു പ്രശ്നം വരട്ടെ, അന്നേരം കാണാം. ആ സമയത്ത് ഈ വചനം ഏറ്റു പറയുന്നതും അവിടെ ഉറച്ചു നിൽക്കേണ്ടത്. ഇതെന്താണെന്നറിയോ? പ്രശ്നങ്ങൾ വരാൻ നമ്മൾ സമ്മതിക്കുകയല്ല. സന്തോഷമാണ് ഭയങ്കര ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പം പറയുന്ന ഹല്ലേലൂയയാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. അത് വരികയല്ല. പ്രശ്നങ്ങളിൽ നീ പറയുന്ന ഹല്ലേലൂയ, പ്രശ്നങ്ങളിൽ നിന്റെ പ്രാർത്ഥനയാണ് നിന്റെ ശക്തി എന്ന് പറയുന്നത്. നീ കേട്ടോണം. പ്രശ്നങ്ങൾ വന്നാൽ ഇത് ഈ മർമ്മം പിടുത്തം കിട്ടിയാൽ മതി കേട്ടോ. നിങ്ങൾ തുള്ളിച്ചാടിക്കണം, ചിരിച്ചോണം നല്ലവണ്ണം. പുറമെ ആരും കണ്ടില്ലെങ്കിലും മുറിക്കകത്ത് കയറിയെങ്കിലും ചിരിച്ചോണം.
പിശാച് പരാജയപ്പെടും അവിടെ. ഹല്ലേലൂയ. ചിരിക്കുന്നവരെ പിശാചിന് ഭയങ്കര വെറുപ്പാ. അപ്പൊ ചിരിക്കാത്തവരെയോ? എപ്പോഴും ചിരിക്കരുത് കേട്ടോ. എപ്പോഴും ചിരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പിശാച് വിട്ടുപോകും. ദൈവവചനത്തിനുണ്ട് എപ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇനി എന്നോടൊന്ന് ചോദിച്ചു ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ പറയാൻ പോവുക. ഒന്ന്, എൻ്റെ മൂന്നാമത്തെ കുട്ടിയുടെ കൈ വിരൽ തൊട്ട് മുകളിൽ ഇവർ കളിക്കാൻ പോയത്. അപ്പോൾ ഒരു കുഴൽക്കിണറുണ്ടായിരുന്നു. അതിൻ്റെ ഹാൻഡിൽ വെച്ച് വേറൊരു പെങ്കൊച്ചൊരൊറ്റ അമർത്തി ഈ 5 വയസ്സുള്ളൂ. ഇവൻ്റെ വിരലങ്ങ് പൊട്ടിപ്പോയി. ഞാനും വൈഫും കൂടെ ഇവനെ എടുത്തുകൊണ്ട് 2-3 ഹോസ്പിറ്റലിൽ ചെന്ന് അവരെല്ലാം മെഡിക്കൽ കോളേജിന് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഈ ഇവൻ്റെ വിരലിങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അടുത്തു നിന്ന് വൈഫാണ്. അവൾ ബോധം കെട്ടുപോയി. ഉടനെ കൊണ്ട് വീട്ടിൽ നിന്ന് അടുത്ത കോൾ എന്നോട് വരുന്നു. ഇവൻ്റെ നേരെ മൂത്ത പെൺകുട്ടി അവൾ ഇത് കണ്ടിട്ട് ഇവർക്ക് ഫിറ്റ്സ് ഉണ്ടായി. വീട്ടിലുള്ളത് അമ്മ മാത്രം, മൂത്ത കൊച്ചു. ഇവളിവിടെ ബോധം കെട്ട് കിടക്കുന്നു. കൊച്ചിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന കൈവരല്. വീട്ടിലൊരാൾ ബോധം കെട്ട് കിടക്കുന്നു, ഫിറ്റ്സ് ഉണ്ടായി. അവളെ കൊണ്ട് ആശുപത്രി പോയി. അവിടുത്തെ വീട്ടുകാർ വണ്ടിയിലെടുത്ത് പാല ആശുപത്രി കൊണ്ടുപോയി. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. എനിക്ക് അവിടെ നാകെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ട് 2 കൈയും വിരിച്ച്, ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, ഉച്ചത്തിൽ അവിടെ നിന്നൊരു 3-4 മിനിറ്റ് നേരം അങ്ങ് സ്തുതിച്ചു. ടെൻഷൻ അടിച്ചാലോ ബുദ്ധി കൊണ്ടോ ഒന്നും ഒരു കാര്യം നടക്കത്തില്ല. ആ സമയത്ത് പടുപടന്ന് കർത്താവ് കാര്യം അങ്ങ് നടത്തി. ഇവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇവൻ ഇതായി. ഇവൾ ആ സമയത്ത്, വൈഫ് ആ സമയത്ത് ബോധം തെളിഞ്ഞു. വീട്ടിൽ പാലായിൽ ആശുപത്രിയിലായിരുന്നു കൊച്ച്. ആ സമയത്ത് സൗഖ്യമായി. ഞാൻ പിന്നെ രാത്രി അവിടെ പോയി. എനിക്കന്നൊരു കാര്യം മനസ്സിലായി. മനുഷ്യന് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും സ്തുതിപ്പിൻ്റെ ശക്തി എന്നിട്ട് വിടുതൽ കൊടുക്കും. സങ്കീർത്തനം 48 തോന്നുന്നു 10 ഒരു വാക്യമുണ്ട്. ദൈവമേ, അങ്ങയുടെ സ്തുതികൾ എന്ന പോലെ അങ്ങയുടെ നാമവും ലോകത്തിൻ്റെ അതിരുകളോളം എത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് സ്തുതിച്ചാൽ സ്വദേശത്തും വിദേശത്തുമുള്ള നിങ്ങളുടെ വ്യക്തികളെ കർത്താവിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ നിന്ന് സ്തുതിച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വാഹനത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൽ വരുവാനിരിക്കുന്ന അപകടങ്ങളെ മാറ്റിവിടാൻ പറ്റും. നിങ്ങൾ ഇവിടെ നിന്ന് സ്തുതിച്ചാൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ഇടപാടുകളെ, ജപ്തി നടപടികളെ എല്ലാം മാറ്റിക്കളയാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറ്റും. നിങ്ങൾ ഇവിടെ നിന്ന് സ്തുതിച്ചാൽ വീട്ടിൽ കിടക്കുന്ന രോഗികളെ എഴുന്നേൽപ്പിക്കാൻ കർത്താവിന് പറ്റും. നിങ്ങൾ ഇവിടെ നിന്ന് സ്തുതിച്ചാൽ കോടതി കേസുകളെ കർത്താവിന് പരിഹരിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇവിടെ നിന്ന് സ്തുതിച്ചാൽ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ തലച്ചോറിൻ്റെ അകത്ത് കയറി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് നിങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റും. ഇതാ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഞാനിത് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് ഞാൻ പറയട്ടെ, ഈ കയ്യിലിങ്ങനെ ഇതിട്ടിരിക്കുന്ന, കമ്പി ഇട്ടിരിക്കുന്ന വ്യക്തി വേദന ഉണ്ടായി. അവരപ്പം പ്രാർത്ഥിക്കാനായിട്ട് വന്ന് നല്ലവണ്ണം ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ് ആ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം ചെന്ന് ഡോക്ടർ പറഞ്ഞ് എക്സ്റേ ആണോ സ്കാനിങ് ആണോ എനിക്കത് കറക്റ്റല്ല, അത് എടുക്കാൻ പറഞ്ഞു. എടുത്തു കൊണ്ടുപോയി ലാബിലുണ്ടായിരുന്നവർ ഈ റിസൾട്ട് കൊണ്ടുപോയി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ഡോക്ടർ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വന്നേ. എന്നിട്ട് ചെന്ന് ഞാനിപ്പം ഈ കൈയെല്ലാം ഡോക്ടർ ഇങ്ങനെ നോക്കി പിടിച്ചു നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞ്, ഇപ്പം വേദനയുണ്ടോ? ഇപ്പം വേദനയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വേദന ഉണ്ടായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടർ എന്നിട്ട് പറയാം, ഈ റിപ്പോർട്ട് കണ്ടുവന്ന് ഇദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുക, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ കാണിച്ചു കൊടുക്കുക, കൂടെ നിന്ന് നേഴ്സുമാരെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കൈ തുറന്ന് ഇതിൻ്റെ അകത്ത് കമ്പി ഇട്ടത് ഞാനാ, പക്ഷേ ഇന്ന് ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് കമ്പി കാണുന്നില്ല, പുതിയ അസ്ഥി അവിടെ ഇരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്തും പ്രവർത്തിക്കാൻ ദൈവത്തിന് പറ്റും. എന്തും ദൈവം ചെയ്യും. നമ്മുടെ ദൈവം എന്തും ചെയ്യുന്നവനാ. നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്നവനാ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിലൂടെ കർത്താവ് ചെയ്യും. പ്രായക്കൂടുതലോ പ്രായക്കുറവോ ഗ്ലാമറോ വിദ്യാഭ്യാസം ഒന്നും കർത്താവിന് വിഷയമല്ല. ഭാവിയാണെന്നൊന്നും കർത്താവിന് വിഷയമല്ല. വിശ്വാസമുണ്ടോയെന്ന കർത്താവ് നോക്കുന്നത്. വിശ്വാസമുണ്ടോയെന്ന കർത്താവ് നോക്കുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൂടെയും കർത്താവ് ചെയ്യും. നിങ്ങളുടെ വിരലിലൂടെ കർത്താവ് ചെയ്യും. നിങ്ങളുടെ വാക്കിലൂടെ ചെയ്യും. നിങ്ങളുടെ നോട്ടത്തിലൂടെ ചെയ്യും.
ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങൾ ഒട്ടും വില കുറഞ്ഞവരായിട്ട് ഭൂമി ജീവിക്കരുത്. നിങ്ങളുടെ വില എന്ന് പറയുന്നത് യേശുവിൻ്റെ അതേ വിലയാണ്. ഇനി നിങ്ങൾ എന്ത് പാപം ചെയ്തെന്ന് കൂട്ടിയോ, നിങ്ങൾക്ക് ഒരു കഴിവുമില്ലെന്ന് കൂട്ടിയോ, നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് നിന്നെക്കൊണ്ട് കൊള്ളത്തില്ലെന്ന് വിശ്വസിക്കരുത്. ദൈവം പറയുന്നത് മാത്രമേ വിശ്വസിക്കാമെങ്കിൽ, അങ്ങനെ നിങ്ങൾക്കൊരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ നിങ്ങളെ ഈ ഭൂമിയിൽ വെച്ച് തകർക്കാൻ ഒരൊറ്റ ശക്തിക്കും പറ്റത്തില്ല. നിങ്ങൾ വിശ്വസിക്കേണ്ട ഏക വാക്ക് ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവം പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനുമാണെന്ന് പറഞ്ഞെങ്കിൽ അത് എറ്റേണലായിട്ട് എന്നേക്കുമായിട്ട് പറഞ്ഞിരിക്കുന്ന അതേ വിശ്വസിക്കാവുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, 500 രൂപയുടെ ഒരു നോട്ട് കെട്ട് വെള്ളത്തിൽ പോയി, ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന ഒരു ഓടക്കകത്ത് പോയി. അത് 500 രൂപയുടെ ഒരു കെട്ട് നോട്ടാണ്. പോയി കഴിഞ്ഞപ്പോൾ ഈ ഉടമസ്ഥൻ അത് നോക്കി എന്നിട്ട് ഈ ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിലാണ് വീണേ, അത് കാരണം ഇനി എടുക്കണ്ട, അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇല്ല. നമ്മളൊരു 10 നോട്ടോടെ അതിൻ്റെ അകത്തോട് ചാടാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. എന്നിട്ട് അത് പുള്ളി പൊക്കിയെടുത്തതിന് ശേഷം ഇത് കഴുകി ഒരു കടയിൽ കൊണ്ടുവന്നപ്പം ആ കടക്കാരൻ പറയാം, ഇത് വെള്ളത്തിൽ പോയത്, ദുർഗന്ധം ഉണ്ടാകുന്ന വെള്ളത്തിൽ പോയത്, അഴുക്കിയാലി പോയതാണ്, അത് കാരണം ഞാൻ 490 രൂപയെ തരുള്ളൂ. അങ്ങനെ പറയുമോ? ഇല്ല. അതിനെന്ത് വിലയുണ്ട്? 500 രൂപ. കാരണം വില ഇട്ടിരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഇട്ടിരിക്കുന്നത്. ആ വില കൂട്ടാനോ കുറയ്ക്കാനോ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏത് അഴുക്കുചാലി പോയി വീണതാണെങ്കിലും കർത്താവ് നിങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകി എടുത്തിരിക്കുന്നതാ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നതാ. അതുകൊണ്ട് നിങ്ങൾക്കുള്ള വില കുറയ്ക്കാനായിട്ട് ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും പറ്റത്തില്ല. നിങ്ങളുടെ വില എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവൻ്റെ വിലയാണ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, യേശുവിൻ്റെ അതേ വിലയാണ്. വിശ്വസിക്കുന്നവർ കയറി എടുത്തോണം കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ ദൈവ മക്കളാണ്, ചുമ്മാ പറഞ്ഞതൊന്നുമല്ല. അങ്ങനെയാണ് താനും. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അതൊന്ന് കയറി ഒന്ന് മനസ്സുകൊണ്ടൊന്ന് പിടിച്ചേ, നിങ്ങളുടെ റേഞ്ച് ഒന്ന് മാറട്ടെ. നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് വിശ്വസിക്കാനായിട്ട്, മറുനാടൻ പറയുന്നത് വിശ്വസിക്കാനായിട്ട്, I23 ഒക്കെ പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ്. ചാനലിലെ ഏത് ചാനലുകാർ പറഞ്ഞാലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷെ ബൈബിള് മാത്രം വിശ്വസിക്കുകയില്ല. അതിൻ്റെ ഇടയ്ക്ക് 100 ചോദ്യങ്ങൾ. ഹലോ, അതെങ്ങനെ ചെങ്കടൽ മാറിയത്? എന്നോടൊരു പുള്ളി പറയും, വേലിയേറ്റത്തിൻ്റെ സമയത്താണ്. ബുദ്ധിയുള്ള ഒരാൾ പറഞ്ഞ വേലിയേറ്റമായിരുന്നു നന്ന്. തമ്പുരാനൊന്നും പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഈ ബൈബിളിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മരിച്ചവർ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നിങ്ങളുടെയും കൈകളിലൂടെ സംഭവിക്കേണ്ട കാലഘട്ടമായത്. ഈ കാലഘട്ടമാണ്. കർത്താവ് അളവില്ലാതെ ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ പത്രം ഒന്നെടുത്തൊന്ന് നോക്കി, ഒരു വാർത്തയെ ശ്രദ്ധിക്കുക. മുഴുവൻ കൊലപാതകങ്ങളും അരാജകത്വങ്ങളും നടന്നുകൊണ്ടിരിക്കുക. പിശാച് അതിൻ്റെ തീവ്രതയെ കളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക, അഭിഷേകം ചെയ്ത് ഈ പിശാചിനെ ബന്ധിക്കാനായിട്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലും നാട്ടിലും ഇടവകയിലും രൂപതയിലും ഒരൊറ്റ വ്യക്തി പോലും നരകത്തിൽ പോകരുത്. പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ പറയണം. എന്നാൽ ആ പോകാനിരിക്കുന്ന വ്യക്തികളെ സ്വർഗത്തിൽ കയറ്റാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. അതിനാ കർത്താവ് അഭിഷേകം തരുന്നത്. സാധാരണക്കാരനെ അസാധാരണക്കാരനായി മാറ്റും ദൈവത്തിൻ്റെ അഭിഷേകം. സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റും ദൈവത്തിൻ്റെ അഭിഷേകം. ദുർമാർഗിയായിരുന്ന അഗസ്റ്റിനെ, വ്യഭിചാരത്തിൽ അതീവ ശ്രദ്ധയുണ്ടായിരുന്ന അഗസ്റ്റിനെ പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്നിട്ട് സഭയുടെ വേദപാരംഗത പദവിയിലേക്ക് ഉയർത്തി. അതേ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും ഉയർത്താൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. മുക്കുവനായിരുന്ന പത്രോസിനെ സഭയുടെ തലവനാക്കി മാറ്റിയ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തും. നാട്ടുകാരും വീട്ടുകാരും തള്ളിക്കളഞ്ഞ വ്യഭിചാരിണിയായ സ്ത്രീയെ ലോകം സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാ സമയം ഓർക്കുമെന്ന് പറഞ്ഞ അതേ കർത്താവിൻ്റെ ആത്മാവാണ് ഇന്ന് നിങ്ങളെവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു എനർജി കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. ചേച്ചി എന്തെങ്കിലും അസുഖമുണ്ടോ ചേച്ചിക്ക്? ഉണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ മുതൽ എനിക്കൊരു, നമ്മൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനിവിടെ വന്ന് ഈ വചനം പറയാൻ തുടങ്ങുന്ന സമയം മുതൽ അതിൻ്റെ 2-ാമത്തെ മിനിറ്റ് 3-ാമത്തെ മിനിറ്റ് മുതൽ കർത്താവ് എന്നോട് പറയാം, എൻ്റെ വചനം ഇപ്പോൾ ചേച്ചിയുടെ ഉള്ളിലേക്ക് കർത്താവ് അയച്ചിട്ടുണ്ട്, ഇവിടെ വെച്ച് സൗഖ്യപ്പെടുമെന്ന് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ആത്മാവ് ചലിക്കാൻ പോവുകയാണ്. അകത്തും പുറത്തുമുള്ള സകല രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മുറിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവിക അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങൾ എത്ര മാരകമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അതിനെ നിർവീര്യമാക്കി കളയുന്നു. ഇവിടെ സ്ഥിരം വരുന്നതാണോ? വന്നിട്ടുണ്ട്. ഇപ്പം കുറേ നാൾ ശേഷമാണ് ഇപ്പോൾ വരുന്നത്. അപ്പം ഒന്ന് വിടുതലാണ്. ഇന്ന് തന്നെ ഇല്ലെങ്കിൽ നാളെ പോയി ഇത് ടെസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തോ, ശരീരത്തിൽ അതിന് കാണത്തില്ല. എന്നെ ശ്രദ്ധിച്ചേ. ഇവിടെ ഒന്ന് സാക്ഷ്യം പറയോ ചെയ്തോ കേട്ടോ. നാളെ പോയി ശ്രദ്ധിച്ചോ. ഞാൻ കണ്ടത് ഇനി ശരീരത്തിൽ ഒരിക്കലും രോഗം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ ചങ്ങല അങ്ങ് പൊട്ടുന്ന കണ്ടേ. വീടിൻ്റെ അകത്തും യേശു കർത്താവ് നിൽക്കുന്ന എന്നെ കാണിക്കുന്നു കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ അകത്തും കർത്താവ് നിൽക്കുന്ന കാണിക്കുന്നു. അസാധാരണമായ ഒരു സമാധാനം കൊണ്ട് നിങ്ങളുടെ വീടിനെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന, ഭയപ്പെടുത്തിയിരുന്ന, ഉത്കണ്ഠപ്പെടുത്തിയിരുന്ന സകല ബന്ധനങ്ങൾ ഈ സമയത്ത് അഴിയാണ്. ഈ സമയത്ത് എനിക്ക് നിങ്ങളെ അറിയത്തില്ല, 365 ദിവസത്തിലും 360 ദിവസവും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും മനസ്സ് അസ്വസ്ഥമായിരുന്നു. ആണോ അല്ലയോ? അതെ, ഇന്നത് മാറാൻ പോവുകയാണ്. ലോകം തരാത്ത ഒരു സമാധാനം കൊണ്ട് നിറയ്ക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ബ്ലഡിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി കാണിക്കുന്നു. ബ്ലഡിൻ്റെ അകത്ത് കർത്താവ് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു. യേശുവേ, ആരാധന. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവരുടെ ശരീരത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി വരുന്നു. നടക്കാൻ പറ്റാത്തവർക്ക് എഴുന്നേറ്റ് ഓടാനുള്ള കൃപ കർത്താവ് തരുന്നു. ശരീരത്തിൽ വർഷങ്ങളായിട്ടുള്ള വേദനകൾ മാറിപ്പോകുന്നു. ബെൽറ്റ് ഉപയോഗിക്കുന്നവർ ഇപ്പോൾ ഹീലാകുന്നു. കിഡ്നി പ്രോബ്ലം ഉള്ളവർ ഇപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കുന്നു. കിഡ്നിയുടെ പ്രോബ്ലത്തെ കർത്താവ് ഹീലാക്കിക്കൊണ്ടിരിക്കുന്നു. ആസ്മാറ്റിക് അലർജി ഉള്ളവർ ഇപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കുന്നു. കയ്യടി നിർത്തിക്കേ. ഹല്ലേലൂയ. നീക്കിൻ്റെ അകത്ത് ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർ, ശ്വാസത്തിൻ്റെ പ്രശ്നമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവരൊന്ന് കൈ ഉയർത്താവോ. ഇതിൻ്റെ അകത്ത് ഒന്ന് വീശി കാണിച്ചേ. 2, 4, 5, 6, 7. ഇത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തോണം കേട്ടോ. ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പോയി, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അത് ഇറങ്ങിപ്പോയി. ആ സാധനം വിട്ടുപോയി. കർത്താവ് അതിനെ മുറിച്ച് കളഞ്ഞു കേട്ടോ. ഉണർവുണ്ടാകാൻ പോകുക. വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കർത്താവിന് മഹത്വം കൊടുത്ത് സ്തുതിച്ച്. മഹത്വം കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ 2 കാര്യം നിങ്ങളോട് പറയുക. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന 2 കാര്യങ്ങൾ നമ്മുടെ കണ്ണും നാവുമാണ്. ഞാനിത് പറയുമ്പോൾ വിശ്വാസത്തിലോട്ട് കയറാൻ വേണ്ടി പറയാം. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് കർത്താവിന് വലിയ ആഗ്രഹമുണ്ട്, വാശിയുണ്ട്. അതുകൊണ്ട് പറയാം, കണ്ണിനെ നാവിനെ നിയന്ത്രിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ആറ്റം ബോംബിനേക്കാൾ ശക്തി ഉണ്ടാകും. കാണുന്ന ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താറില്ല, കുറ്റം പറയുകയില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് വാശിയുള്ളത് കൊണ്ടാണ്. മുഴുവൻ ചാനലും കയറി തപ്പരുത്. മൊബൈൽ 10 മണിക്കൂറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 9 മണിക്കൂർ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ സമയം പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനുമായിട്ട് ഉപയോഗിക്കണം. പറയാൻ പോവുക. അങ്ങനെ വന്നാൽ നിങ്ങളുടെ കണ്ണുകൾ വിശദീകരിക്കപ്പെടാൻ തുടങ്ങും. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഹല്ലേലൂയ. ഈ കണ്ണിന് അസാധാരണമായ പവർ കർത്താവ് തന്നിരിക്കുക. യഥാർത്ഥത്തിൽ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി ഒരു മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ്റെ ശരീരത്തിൽ നിന്ന് രോഗം വിട്ടുപോകും. ദൈവവചനത്തിൽ ഇതുണ്ടോ? അടിസ്ഥാനമുണ്ടോ? ഉണ്ട്. പത്രോസ് യോഹന്നാനും ഒരിക്കൽ ജന്മന മുടന്തനായ ഒരുത്തൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കാൻ.
കണ്ണിന് ഇത്രയും പവറുണ്ടെന്ന് മനസ്സിലാക്കിയത് ദൈവം കഴിഞ്ഞാൽ പിന്നെ പിശാചാ. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്തെല്ലാം നോക്കിയിരിക്കുന്നതിൻ്റെ കാരണം. ഹല്ലേലൂയ. കണ്ണിന് പവർ വർദ്ധിച്ചാൽ നിങ്ങൾ നോക്കുന്നത് പോലും അനുഗ്രഹമായി മാറും. കയറി പിടിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. വിശുദ്ധിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കണം. വിശുദ്ധിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കണം. കറക്റ്റ് ചെയ്യേണ്ടവർ കറക്റ്റ് ചെയ്തോണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഇന്ന് കട്ട് ചെയ്ത് കളയണം. ആവശ്യമില്ലാത്ത നമ്പറുകൾ ഇന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ ഇന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. പ്രാർത്ഥിക്കാൻ തുടങ്ങണം. മാതാപിതാക്കൾ നെഗറ്റീവിൽ പോയാൽ മക്കളുടെ ആരോഗ്യത്തെ ബാധിക്കും. ആവശ്യമില്ലാത്ത വാക്കുകൾ മാതാപിതാക്കൾ സംസാരിച്ചാൽ മക്കളുടെ ആരോഗ്യത്തെ ബാധിക്കും. മക്കളുടെ ഭാവി ബ്ലോക്കാകും. അതുപോലെ തന്നെ സകല മേഖലകളും ബ്ലോക്കാകും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെട്ടിട്ടില്ല. പ്രാർത്ഥിക്കുന്നവൻ ജയാളിയാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം പരാജയപ്പെടുത്തത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ പിശാചിന് പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിലെ ഭരണാധികാരികൾക്ക് പറ്റത്തില്ല. എന്നാൽ ഭരണാധികാരികളെ താഴെ ഇറക്കാൻ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് പറ്റും. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോണം. ഇന്ന് മുതൽ എന്ത് കണ്ടാലും പ്രാർത്ഥിക്കണം. ചീത്ത പറയുന്നവനെ കണ്ട പ്രാർത്ഥിക്കണം. മദ്യപിക്കുന്നവനെ കണ്ട പ്രാർത്ഥിക്കണം. ഇടിവെട്ട് കണ്ട പ്രാർത്ഥിക്കണം. ഇടിമിന്നൽ കണ്ട പ്രാർത്ഥിക്കണം. കൊടുങ്കാറ്റ് കണ്ട പ്രാർത്ഥിക്കണം. പ്രകൃതിക്ഷോഭം കണ്ട പ്രാർത്ഥിക്കണം. പകർച്ചവ്യാധി കണ്ട പ്രാർത്ഥിക്കണം. എന്ത് കണ്ടാലും പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബം നിലനിൽക്കുന്നത് പ്രാർത്ഥന എന്ന തായ്വേരിലാണ്. കുടുംബം നിലനിൽക്കുന്ന പ്രാർത്ഥന എന്ന തായ്വേരിലാണ്. ഒരു മനുഷ്യൻ നിലനിൽക്കുന്നത് കൂദാശ എന്ന തായ്വേരിലാണ്. അടുപ്പിച്ചടുപ്പിച്ചുള്ള കുമ്പസാരത്തിലൂടെ ഒരു മനുഷ്യൻ്റെ തായ്വേര് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് താഴാൻ തുടങ്ങിക്കോളും. അടുപ്പിച്ചടുപ്പിച്ചുള്ള കൃപാന സ്വീകരണത്തിലൂടെ അസാധാരണമായ സംരക്ഷണ കോട്ടയുണ്ടാക്കും അവന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. യേശയ്യ 59, 20, 21 വചനം എന്നെ ശ്രദ്ധിച്ചേ. തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ ദൈവമക്കള്, യാക്കോബിൻ്റെ മക്കള്, നമ്മൾ തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ, മാതാപിതാക്കൾ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവരുടെ മേലുള്ള വചനവും അഭിഷേകവും അവൻ്റെ മക്കളുടെ മേലും അവരുടെ മക്കളുടെ മേലും പിന്നെയും വ്യാപരിക്കും. 3 തലമുറ നശിച്ചു പോകാതെ രക്ഷിച്ചെടുക്കാൻ പറ്റും മാതാപിതാക്കൾ വിശുദ്ധിയിലായാൽ. തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതിയുടെ അടുക്കിലേക്ക് കർത്താവ് രക്ഷകനായി കടന്നു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രശ്നം കാണുമ്പോൾ കൂടുതൽ വിശുദ്ധീകരിക്കണം. പിശാചിന് നിങ്ങളുടെ 7 അയലത്ത് വരാൻ പറ്റിയല്ല. വിശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തി നിൽക്കുന്ന സ്ഥലം, അവരിയ്ക്കുന്ന സ്ഥലം, കിടക്കുന്ന സ്ഥലത്ത് പോലും ശക്തിയേറിയ അഭിഷേകവും അനുഗ്രഹവും വിടുതലും ഉണ്ടാകും. ജോൺ മരിയ വിയാനി കിടന്നിരുന്ന കട്ടിലെടുത്തോണ്ട് പോയി വസ്ത്രങ്ങൾ, അടിവസ്ത്രം വരെ എടുത്തോണ്ട് പോയെന്നാണ് പറയുന്നത്. അകത്തു നിന്ന് മരത്തിൻ്റെ ചില്ലകൾ കണ്ടിച്ചുകൊണ്ട് പോയി ആ ഭിത്തിയിലുണ്ടായിരുന്ന മുഴുവൻ എടുത്തോണ്ട് പോയി. അത്ര വിശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു മരിയ ജോൺ വിയാനി. നിങ്ങളുടെ ശക്തി എന്താണെന്നറിയാവോ? എൻ്റെ നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഈ വിശുദ്ധിക്ക് വേണ്ടി ഒന്ന് ദാഹിച്ചേ, പ്രാർത്ഥിച്ചേ, നിങ്ങൾക്ക് എന്തൊരാനന്ദമായിരിക്കും എന്നറിയാവോ? ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും ഈ വിശുദ്ധിയുള്ളവരുടെ ഉള്ളിൽ. അവർ പ്രശ്നങ്ങളെ ഒന്നും കണ്ട പതറത്തില്ല. ഹല്ലേലൂയ. പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം. പ്രശ്നങ്ങളുടെ മുന്നിൽ നന്ദി പറഞ്ഞുകൊള്ളണം. കാരണം എന്താണെന്നറിയോ? പ്രശ്നം ദൈവം അനുവദിക്കുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചാൽ അടുത്ത നിമിഷം നിങ്ങൾക്ക് ഉയർച്ചയാണ് വരാൻ പോകുന്നത്. എന്തിനാ അധ്യാപകർ പരീക്ഷ ഇടുന്നത്? ഈ ഫൈനൽ പരീക്ഷയുടെ സമയമായിരുന്നു. കുട്ടികളെ ജയിപ്പിക്കാനാണ്, ക്ലാസ് കയറ്റം കൊടുക്കാനാണ്. ഇതേ സിസ്റ്റം തന്നെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള സഹനങ്ങൾ. ആ സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞോണം. പരിശുദ്ധാത്മാവ് അടുത്ത ഒരു തലത്തിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യും. കിട്ടില്ല. ഹല്ലേലൂയ. പരീക്ഷ വരുന്നത് നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാ. അവിടെ നന്ദി പറഞ്ഞോളണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ജോയൽ പ്രവാചകന്റെ പുസ്തകം 3:10 ഒരു വാക്യം പറയാം. ദൈവമക്കൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത്. വാക്ക്
സുഭാഷിതങ്ങൾ 18:21. സുഭാഷിതങ്ങൾ 18:21. ഒന്ന് മാത്രം ഒന്ന് ഏറ്റു പറഞ്ഞേ. സുഭാഷിതങ്ങൾ 18:21. ജീവനും മരണവും എൻ്റെ നാവിലിരിക്കുന്നു. ജീവനും മരണവും ആരുടെ നാവില്? ഇത് ശ്രദ്ധിച്ചോണം, ഇത് ശ്രദ്ധിക്കണം. ഈ പറയുന്ന വാക്കുകൾ ഇനി മുതൽ നിങ്ങളുടെ ശരീരത്തിൽ ആദ്യം വീഴുന്നത്, ഇനി മുതലല്ല, നേരത്തെ മുതലല്ല, ഇപ്പം നിങ്ങൾക്ക് തിരിച്ചറിവിന് വേണ്ടി പറയാം. നിങ്ങൾ നെഗറ്റീവ് പറയുന്നവരാണെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 3 നോക്കണം കേട്ടോ, നിങ്ങൾക്ക് സമയം കിട്ടും പോലെ. നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആ വാക്കുകൾ നിങ്ങളുടെ തലച്ചോറിനെ സ്വാധീനിക്കും, നരമ്പിനെ ബാധിക്കും, ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും, ഹാർട്ടിനെ ബാധിക്കും, ലങ്സിനെ ബാധിക്കും, ദഹനേന്ദ്രിയത്തെ ബാധിക്കും, എല്ലാ മേഖലയിലും ബാധിക്കും. സ്ഥിരമായിട്ട് നെഗറ്റീവ് പറയുന്നവരാണ്, ശ്രദ്ധിച്ചോ, ഏത് രോഗവും അവർക്ക് സ്വീകാര്യമാണ്. നെഗറ്റീവ് പറയുന്നവർ ഇനി ശ്രദ്ധിച്ചോ, കാരണം ഈ ജീവനും മരണവും നിങ്ങളുടെ നാവിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കൾ അനുഗ്രഹിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. അനുഗ്രഹിക്കാനുള്ള സാഹചര്യം മക്കൾ ഉണ്ടാക്കുകയും വേണം കേട്ടോ. ചില മാതാപിതാക്കളുണ്ട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതൊന്നും ഏഷ്യമല്ല. നിങ്ങൾ ആ ശാപത്തിൻ്റെ പേര് പേടിക്കുകയും വേണ്ട. അനാവശ്യമായ ശാപമൊന്നും ഏക്കിയല്ല. നിങ്ങൾ ആ കാര്യം ഓർക്കണ്ട കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പക്ഷേ അവരറിഞ്ഞൊന്ന് അനുഗ്രഹിച്ചാൽ, നിങ്ങൾക്ക് കേൾക്കണോ, ആയുസ് മാതാപിതാക്കളുടെ കയ്യിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. 5 വിധത്തിലുള്ള ദീർഘായുസിൻ്റെ ഇത് വചനം പറയുന്നുണ്ട്. 1, നീ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. അമ്മയ്ക്കോട്ടും അപ്പനോട്ടും തൊഴിച്ചിട്ട് പോയ യൂത്തൊക്കെ പിന്നെ ബൈക്ക് കൊടുത്ത് പിന്നെ വണ്ടിയില്ല, ആളുമില്ല. ഈ സംഭവം കയറി കട്ട് ചെയ്യുന്ന അധികാര സ്ഥാനത്തെ തൊടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ചില മാതാപിതാക്കളുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ, കിണറ്റിലെറിയേണ്ട സാധനമുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാന്നല്ലാതെ വേറെ മാർഗമില്ല. പ്രാർത്ഥിച്ചോളുക നിങ്ങൾ. പക്ഷേ പരമാവധി അവരെ കൊണ്ട് അനുഗ്രഹിക്കുക. നിങ്ങളുടെ നാവിൽ നിന്ന് എഫേസ്യോസ് 4:29 പറയുന്ന പോലെ പരിശുദ്ധാത്മാവല്ലാതെ വേറെ ഒന്നും നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുന്ന വ്യക്തിക്ക് ഇരിപ്പതായിരിക്കണം. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് കേട്ടോ. അവരനുഗ്രഹത്താൻ നിറയണം. ഹല്ലേലൂയ. അത് അത്തിവൃക്ഷത്തിൻ്റെ ഉപമയൊക്കെ കാണിച്ചത്, അത്തിവൃക്ഷത്തിൻ്റെ ഉപമ കാണിച്ചത്. നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കട്ടെ. ഞാനടുത്തൊരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. എത്ര ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. കാണുന്നവരെ പറന്നു പോകുന്ന പക്ഷിക്ക് പോലും കുറ്റം പറയുമായിരുന്നു. അവസാനം പ്രയർ ഗ്രൂപ്പിലും വരും, എല്ലാ ആഴ്ചയിലും പ്രയർ ഗ്രൂപ്പിൽ വരും. എന്നിട്ട് അവസാനം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ശുശ്രൂഷ ശക്തമായിട്ട് പറഞ്ഞു, അമ്മച്ചി ഇനി നാവിനെ ഉപയോഗിക്കരുത്, വലിയ എന്തോ വിപത്ത് വരാൻ പോവുക. പേടിപ്പിക്കുകയല്ല കേട്ടോ. അമ്മച്ചി എന്നിട്ടും നിർത്തിയില്ല. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ നാക്കയിൽ ഒരു വെള്ളപ്പാണ്ട് പോലെ എന്തോ സാധനം വന്നു. 2 ആഴ്ചയായപ്പം വേദനയായി. 3ാമത് കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ നാക്കിന് ക്യാൻസറാണ്. അവസാനം നാക്ക് മുറിച്ച് കളഞ്ഞു, ആൾ തീർന്നു പോയി. അപ്പോൾ അത് കാരണം ഈ സാധനം ഞാൻ നിങ്ങളോട് പറയാം, അനുഗ്രഹിക്കാനല്ലാതെ ഇത് പുറത്തെടുത്തേക്കരുത്. ഇല്ലെങ്കിൽ പൂട്ടിക്കണം, എന്തെങ്കിലും ചെയ്ത് പൂട്ടിയിട്ടണം. വായിക്ക് എന്താണ് പറയുന്നത്, പൂട്ടും കാവലും ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഏതായാലും മൂക്ക് കുത്തുന്നുണ്ട്, എന്നാൽ പിന്നെ വാഗ എങ്ങ കുത്താനുള്ളൊരു പരിപാടി ഉണ്ടാക്കുക കേട്ടോ. സുരക്ഷിതമായിരിക്കും നിങ്ങൾ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം, എനിക്കറിയാവുന്ന ഒരു ഫാമിലി, ഒരു ഹെഡ് മാസ്റ്ററാണ്. അവരുടെ അപ്പന് ഈ പെങ്കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക 2 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോയി. അരിയുത്തരപ്പള്ളിയുടെ അടുത്ത് ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടിയെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ചു, അല്ല ബാക്കിയത്തെ എല്ലാ ക്ലാസ്സിൽ എന്ത് പരീക്ഷ ഇട്ട് കഴിഞ്ഞാലും അതിന് ഫുൾ മാർക്കാണ്. ഈ ടീച്ചർമാർക്കെല്ലാം ഭയങ്കര അത്ഭുതം. അങ്ങനെയുണ്ട് കേട്ടോ. ചില ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പം ചോദ്യം കാണത്തില്ല, അത് കഴിഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാണും. ഇതൊക്കെ ബുദ്ധിയിലുള്ളവർക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് പൈശാചിക പീഡയുണ്ട് അതിൻ്റെ പിന്നെ. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, അമ്മയുടെ നെഗറ്റീവായിട്ടുള്ള വാക്ക് കുഞ്ഞിനെ ഭാവിയെ ബ്ലോക്ക് ചെയ്തിരിക്കുക, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള വാക്ക്. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഈ മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന കാണുമ്പം ഇവള് പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഗതി പിടിക്കത്തില്ല, നീ ശരിയാകത്തില്ലെന്ന് പറയുന്നു. 4 അധികാരസ്ഥാനമാണ്. 1 മാതാപിതാക്കൾ, 2 ഗുരുക്കന്മാർ, 3 അഭിഷിക്തർ, 4 ഭരണാധികാരികൾ. ബൈബിളിലെ നിയമം 4 അധികാരസ്ഥാനമാണ്. അധികാരസ്ഥാനത്തുള്ളവർ പറയുന്നത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അകാരണമായിട്ടുള്ളതൊന്നും സംഭവിക്കത്തില്ല. അപ്പം അന്ന് എനിക്ക് ഇതിൻ്റെ ബോധ്യം മനസ്സിലാകുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ ചെയ്യേണ്ടത്? പറഞ്ഞ അമ്മയെക്കൊണ്ട് തലേ കൈ വെപ്പിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയുക, ആ കെട്ട് ഞാൻ പൊട്ടിച്ച് കളയും. ഇതിനൊത്തിരി ഹല്ലേലൂയ വരികയെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് കയറി വന്ന് കേട്ടോ. ഹല്ലേലൂയ. അതിനുശേഷം ആ പെൺകുട്ടി പോയി, അവൾ പരീക്ഷ എഴുതി, 3ാമത് പരീക്ഷ എഴുതി, നല്ല മാർക്കോട് പാസ് ഔട്ടായി. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഒരു നേഴ്സായിട്ട്, നല്ല ശമ്പളം വാങ്ങുന്ന ഒരു നേഴ്സായിട്ട് അവൾ ജോലി ചെയ്യുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മുടെ നാവിനെയും വാക്കിനെയാണ്. നിങ്ങളെ ഒരാൾ കണ്ടാൽ അവൻ്റെ അടുത്ത് വീണ്ടും ചെല്ലാനൊരു അട്രാക്ഷൻ ഉണ്ടാകണം. കാരണം വാക്കാണ് പൗലോസ്ലീഹ പറയുന്നത് എന്താ പറയുക, അംഗീകാരത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ടതെന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് കയറുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ യൂട്യൂബിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യണം. പോളണ്ടിലെ ക്രാക്കോവ് എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങളായിട്ട് ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹൈസിന്ത് എന്നാണ്. ഹൈസിന്ത് സാധാരണക്കാരൻ ഒരു മനുഷ്യനായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് ചെന്നു, അസാധാരണമായ കാര്യം ചെയ്യിച്ചു. ക്രാക്കോവ് എന്ന് പറയുന്ന നഗരത്തിലെ ഒരു സ്ഥലത്ത് മാത്രം ഇദ്ദേഹം മരിച്ചുപോയ 50-ലധികം ആൾക്കാരെ ഇദ്ദേഹം പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിച്ചെന്ന് ചരിത്രം പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നും അന്തോനീസിൻ്റെ നാവ് അഴുകാതെ വെച്ചിരിക്കുക. വർഷങ്ങളായിട്ട് ആ നാവ് അഴുകാൻ പറ്റുന്നില്ല. കാരണം ആ നാവിൽ പാപമില്ലായിരുന്നു. അനുഗ്രഹത്തിൻ്റെ നാവ് കൊണ്ട് എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം സംഭവിച്ചു. ആ നാവ് ഇന്ന് ഈ തലമുറയ്ക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചിരിക്കുകയാണ്. ആ നാവ് മാത്രം അഴുകാതെ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം നാവിന് അത്രമാത്രം പ്രാധാന്യം ദൈവം നൽകുന്നെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ നാവ് ദൈവത്തെ സ്തുതിക്കാനും അഭിഷേകത്തിന് വേണ്ടിയും അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയാനും അംഗീകാരവും പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറയാനുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. നടുവിൻ്റെ വേദനയിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 18ഓളം പേര് ഹീലാകുന്നെന്ന് കർത്താവ് എന്നോട് പറയുന്നു. നടുവിൻ്റെ വേദനയുള്ളവരൊന്ന് കൈ ഉയർത്തുകയെ, ഇതിൻ്റെ അകത്തുണ്ടായിരുന്നവർ ഒന്ന് വീശി കാണിച്ച് ഈ സമയത്ത് അത് ഹീലാകുകയാണ്. അലർജിക്കായിട്ട് പ്രോബ്ലം ഉള്ളവർ, പലതരത്തിലുള്ള അലർജി, അവർ ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹീലാകുന്നെന്ന് കർത്താവ് പറയുന്നു. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അലർജി ഉള്ളവരൊന്ന് കൈ ഉയർത്തി ഒന്ന് വീശി കാണിച്ച്. നിങ്ങൾ വിശ്വാസത്തോടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഹീലാകുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കണ്ണിൻ്റെ പവർ കുറയുന്നു, അതുപോലെ തന്നെ കണ്ണിൽ കൂടെ വെള്ളം എടുക്കുന്ന കാരണമായിട്ട് അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തുകയെ. 1 2 3 4 5 6 7 8 9 10 11 12 13. ഇപ്പം അത് സ്റ്റോപ്പാകുക കേട്ടോ. ഇപ്പം സ്റ്റോപ്പാകും അത്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. എന്നോട് വീണ്ടും കർത്താവ് ഒരു മെസ്സേജ് പറയുന്നത്, ഈ 3 കടബാധ്യതകൾ അത് ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുക, അതായത് ജപ്തിയുടെ ലെവലിലേക്ക് വന്നിരിക്കുക. അങ്ങനെയുള്ള 3 കുടുംബങ്ങളെ കർത്താവ് അത് വീടാനുള്ള മുഖാന്തരം ഒരുക്കി അവരെ ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് രക്ഷപ്പെടുത്തുന്നതായിട്ട് കർത്താവിനോട് സന്ദേശം പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. 1, ഈ ബ്ലഡ് മൂക്കിലൂടെയോ വായിലൂടെയോ ഇങ്ങനെ ബ്ലഡ് വരുന്നവരാരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം. ഇല്ലെങ്കിൽ ഇതിലാരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ അത് വീട്ടിൽ ഉണ്ട്. എന്തോ പ്രാർത്ഥിക്കുന്നത് അതിപ്പോൾ ഹീലാകുക കേട്ടോ. ചേച്ചി ഒന്ന് ചെക്ക് ചെയ്യണേ. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതാണ് ഇവിടെ വന്നതെന്ന് പറയണം കേട്ടോ, സാക്ഷ്യപ്പെടുത്തണം. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. കിഡ്നിയുടെ ഇതിനുവേണ്ടി മരുന്ന് ഉപയോഗിക്കുന്നവരോ അങ്ങനെ ഏതെങ്കിലും പ്രോബ്ലം ഉള്ളവർ ഇതിൻ്റെ അകത്തുണ്ടോ? ഒന്ന് കൈ ഉയർത്താവോ? ധൈര്യമായിട്ടൊന്ന് കൈ ഉയർത്തുകയെ. ഇത് രണ്ടും ഇപ്പോൾ ഹീലാകുന്നെന്ന് കർത്താവ് എന്നോട് പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് നാണിക്കൊന്നും വേണ്ട, 6 വീടുകൾ കർത്താവ് തരുന്നു. ഈ ഭൂമിയിൽ തന്നെ 6 വീട് നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. അത് വാടകയ്ക്ക് കഴിയുന്നവരാണെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ദിവസം സംഭവിക്കും. അങ്ങനെ ഉള്ളവരൊന്ന് കൈ ഉയർത്താമോ? ആരെങ്കിലും അങ്ങനെയുള്ളവർ ഒന്ന് വീശി കാണിച്ച് 2 4 5 പേരുണ്ട്. ഒരാളുകൂടെ ഉണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ. ഈ നാളുകളിൽ തന്നെ, ഈ 2024 തന്നെ കർത്താവ് അത് ക്രമീകരിച്ച് തരും. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:17 അകത്ത് പറയുന്നു, 17, 18, 19 വാക്യങ്ങൾ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കടന്നുപോയി. നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വചനം പറയുന്നത് നിങ്ങളുടെ സംസാരത്തെ മാറ്റുമ്പോൾ നിങ്ങൾ മറ്റൊരു ലെവലിലേക്ക് ചേഞ്ച് ചെയ്ത് കയറുമെന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നവരോട് കൂടി അടയാളമുണ്ടാകും. അവർ എൻ്റെ നാമത്തിൽ പുതിയ ഭാഷകൾ സംസാരിക്കും. ഇത് ഇപ്പോൾ കർത്താവിനോട് പറയുന്നത് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ കെട്ടുപോലെ കാണിക്കുന്നത്. തലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിൽ രോഗങ്ങളുള്ളവരൊന്ന് കൈ ഉയർത്തുകയെ, തലവേദനയോ അല്ലെങ്കിൽ മൈഗ്രെയിൻ അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ളവരൊന്ന് കൈ ഉയർത്തുകയെ, ഒന്ന് വീശി കാണിച്ച്. ഇത് ഇപ്പം ഹീലാകുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. നല്ലൊരു കയ്യടി കർത്താവിന് കൊടുത്തേ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ നൽകുന്നുണ്ട്.
ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, 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 നിറയണമേ. ഹല്ലേലൂയ. ഇതിനകത്ത് യൂറിൻ കൺട്രോൾ അല്ലാത്ത ഒരാളെ കർത്താവ് കാണിക്കുന്നു, അതിപ്പോൾ സ്റ്റോപ്പാകുന്നു. 2 ബ്ലീഡിംഗ് ഉള്ള 2 പേര് ഇതിൻ്റെ അകത്ത് ഹീലാകുന്നെന്ന് കർത്താവ് പറയുന്നു, അതിപ്പോൾ സ്റ്റോപ്പാകുന്നു. ആ 2-3 ഹീലിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ തൊട്ടിട്ടുണ്ട് ഈ സമയത്ത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വലത് കൈ ഉയർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ ഒന്ന് കൈ ഉയർത്തുകയെ. വലത് കൈ ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ ഒന്ന് വീശി കാണിച്ച്, നല്ലോണം കൈ ഉയർത്തുകയെ, ഒന്ന് വീശി കാണിച്ചേ. ഇതിപ്പോൾ നിങ്ങൾ വീശുന്നത് തന്നെ, കൈ ഉയർത്തുന്നത് തന്നെ അത് ഹീലായെന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ. കർത്താവിന് നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ. തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് തൈറോയിഡിൻ്റെ അതുപോലെ എന്തെങ്കിലും വിധത്തിലുള്ള വേദനകളുള്ളവർ ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുകയെ. തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് തൈറോയിഡ് അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള 1, 2, 3, 4, 5, 6, 7, 8 പേരോളം അതുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സമയത്ത് തന്നെ അത് കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കർത്താവ് എന്നോട് പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. കോടതി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് 3 പേരെ കർത്താവ് കാണിക്കുന്നു. നിങ്ങൾ കൈയൊന്നും ഉയർത്തണ്ട. അത് കർത്താവ് ഈ 2-3 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ തീരുമാനം കർത്താവ് വരുത്തുന്നതായിട്ട് കർത്താവ് എന്നോട് പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കൂടുതലായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ദാഹം കുറച്ച് പേർക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അവരൊന്ന് കൈ ഉയർത്തുകയെ. ഈ സമയത്ത് തന്നെ ഒന്ന് വീശി കാണിച്ചേ. ഇത്രയും പേരുണ്ട്. നിങ്ങളെ കർത്താവ് ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കാൻ പോവുക കേട്ടോ. എനിക്കൊരു കാര്യം അറിയാവുന്നത്, ഒരാളെ കർത്താവ് നോക്കിയാൽ ആ സമൂഹത്തെ മുഴുവൻ കർത്താവ് ശ്രദ്ധിക്കുന്ന അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ അരിയൊക്കെ ഇല്ല കേട്ടിട്ടില്ലേ, ഒരരി നോക്കിയാൽ മതി വെന്തോന്നറിയാൻ അല്ലേ, ബാക്കിയുള്ളതെല്ലാം ശരിയായിക്കോളും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഉറങ്ങുമ്പോൾ ബ്രീത്തിങ് പ്രോബ്ലമുള്ള, ബ്രീത്തിങ് കട്ടായി പോകുന്നു, ശ്വാസം വിട്ട് ചാടി എഴുന്നേക്കുന്നു, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താവോ? അങ്ങനെ ഒന്ന് കൈ ഉയർത്തിയേ. ഇത് വിട്ടുപോകും കേട്ടോ, ഇന്നത് വിട്ടുപോകുന്ന ആ സംഭവം 2 പേരായി. ഇപ്പം അത് ഉറക്കത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന വലിയൊരു സംഭവമാണ്. അത് കർത്താവ് എടുത്തു മാറ്റുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അടുത്തൊരു വചനം, ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. 2 പേരുടെ 2 കുട്ടികൾ, പെൺകുട്ടികളാണ്. അവരുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് എന്നോട് പറയുന്നു. ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവർ അതിൻ്റെ അകത്തുണ്ട്. അവരെ കർത്താവ് അഭിഷേകം ചെയ്യുന്നതായിട്ട് കർത്താവ് എന്നോട് പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നിങ്ങി വരുവാനായിട്ട് തടസ്സമുണ്ടായിരുന്നു, എങ്കിലും കൃപ കിട്ടി. അങ്ങനെ ഉണ്ടായിരുന്നവരൊന്ന് കൈ ഉയർത്തുകയും ഇന്ന് വരാനായിട്ട് തടസ്സമുണ്ടായിരുന്നു, ഒന്ന് വീശി കാണിച്ച്. ഇതൊരു അടയാളമാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ മേൽ ഈ സമയത്ത് ആത്മാവിനെ കർത്താവ് പകരാൻ പോവുകയാണ്. ഉച്ചത്തിലൊന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിച്ചേ, പരിശുദ്ധാത്മാവേ നിറയണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കോടാനുകോടി മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. മഹത്വം കർത്താവേ, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുന്ന, നന്ദി പറയുന്ന യേശുവേ, യേശുവേ. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരുന്നതിനെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകുന്നതിനെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിനെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ, ശബ്ദം ഉയർത്തി സ്തുതിച്ചേ. ഇപ്പോൾ വിടുതലിൻ്റെ സമയമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തടസ്സങ്ങളെല്ലാം കർത്താവ് മാറ്റുന്ന ഈ സമയത്ത് ഹല്ലേലൂയ. മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം കേട്ടിട്ടുണ്ടോ? അവസാന നാളുകളിൽ ഞാൻ എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ഇത് വചനമാണോ? വചനം. ഉറക്കമില്ലാത്തവരൊന്ന് കൈ ഉയർത്തിക്കേ. കണ്ടോ? ഒന്ന് വീശി കാണിച്ച്. ഇത് ഈ സമയത്ത് കർത്താവ് ഉറക്കം നൽകി അനുഗ്രഹിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് കർത്താവ് പ്രവർത്തിച്ചതാണ് കേട്ടോ. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. കർത്താവെ മഹത്വം, കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, നന്ദി പറയുന്നു. യേശുവേ ആരാധന. എന്നെ കർത്താവ് കാണിക്കുന്നത് ഈ ചെറിയ ഗുളിക, തീരെ ചെറുന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളർ പോലെ ഒരു ചെറിയ ഗുളിക. അങ്ങനെ കഴിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടോ? ഒന്ന് കൈ ഉയർത്താവോ ആരെങ്കിലും? 2, 3, 4, 5 പേര്. എനിക്ക് രോഗം എന്താണെന്ന് അറിയത്തില്ല. കർത്താവിനെ ആ ഗുളിക ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് ആ രോഗത്തിന്മേൽ കർത്താവ് ഇടപെടാൻ പോകുന്നെന്ന് പറയുന്നു കേട്ടോ. കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവത്തിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞതാണ് കേട്ടോ. താമസിച്ച് വന്നവരും നേരത്തെ വന്നവരും ഇപ്പോൾ കർത്താവ് തൊട്ടിട്ടുണ്ട്. ഇരിക്കുന്നിടത്തുനിന്ന് കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളുടെ രോഗവുമായിട്ട് പ്രാർത്ഥിക്കുന്നവരാരാ ഉള്ളത്? കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് ഒരു 1, 2, 3, 4, 5,
6 പേർ കർത്താവ് ഇപ്പോൾ അത് സ്പർശിക്കുന്നു കേട്ടോ. ഒരു മെസ്സേജ് കർത്താവ് തരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു, ഇപ്പോൾ അത് ചെല്ലാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ഉണ്ടോ? നല്ലോണം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ ഉയർത്തും. ഇന്ന് ആ കെട്ട് കഴിഞ്ഞു പോവുക കേട്ടോ. നിങ്ങൾക്ക് വചനം വായിക്കാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒറ്റ വചനം കൂടെ. അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം സെഹിയോൻ മാളിക മുറി വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞ വാക്കുകൾ 18ഓളം ഭാഷകളിൽ നിന്ന് വന്നവർ അവരുടെ ഭാഷകളിൽ കേട്ടു. കർത്താവിൻ്റെ ഒരു മിറക്കിൾസാണ്, ഒരു മിറക്കിൾ കർത്താവ് ചെയ്യുന്നതാണ്. പാർത്തിയക്കാരും ഏതിയക്കാരും അലാമയക്കാരും മെസ്സപ്പെട്ടോമ നിവാസികൾ, യഹൂദമതം സ്വീകരിച്ച് എല്ലാവരും അവരവരുടെ ഭാഷകളിൽ കേട്ടു. ഭാഷകളിൽ സംസാരത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കലഹം ഉണ്ടാകുക, വെറുപ്പുണ്ടാകുക, ഇറിറ്റേഷൻ ഉണ്ടാകുക, അങ്ങനെയുള്ള സംഭവങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്ത് അനുഗ്രഹമാക്കി മാറ്റുന്നു. നിങ്ങളുടെ സംസാരത്തെ കർത്താവ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദയയും ഉള്ളതാക്കി കർത്താവ് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. സംസാരിക്കുമ്പോൾ കർത്താവ് സ്നേഹം നൽകുന്ന ആ വാക്കുകളിലൂടെ കരുണ നൽകുന്നു, ദയ നൽകുന്നു കർത്താവ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവ് ചെയ്ത വലിയ കാര്യത്തെ ഓർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രയാസങ്ങളെയും രോഗങ്ങളെയും മാറ്റുവാൻ കർത്താവിന് സാധിക്കും. വിശ്വാസത്തിൽ നിന്ന്, വിശ്വാസം മൂലം നമ്മളിലേക്ക് കടന്നു വരുന്ന വലിയ കൃപയാണ് ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യത്തെ വിശ്വാസത്തോടു കൂടി സ്വീകരിച്ച നമ്മളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, മനസ്സിലേക്ക്, ശരീരത്തിലേക്കെല്ലാം ദൈവത്തിൻ്റെ ശക്തി ഒഴുകിയിറങ്ങുന്ന സമയമാണിത്. ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പന്തക്കസ്താനുഭവത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ശക്തി ഒഴുകുവാനായിട്ട് കർത്താവ് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന അതിവികാരൻ്റെ നാഥന് സർവ്വശക്തിയോടും കൂടി ശക്തമായി ശബ്ദമുയർത്തി ഒന്ന് ശക്തിയോടുകൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒന്നും പിടിച്ചു വെക്കാതെ മനസ്സിലുള്ള മുഴുവൻ സങ്കടങ്ങളും വേദനകളും ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ചങ്ക് തകർന്ന് ഉച്ചത്തിൽ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, വലിയ ശക്തിയോടുകൂടി വിളിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മതി വരുവോളം അങ്ങ് സ്തുതിച്ചേ. എല്ലാം മനസ്സിൽ നിന്ന് വിട്ടുകൊടുത്തുകൊണ്ട് സ്തുതിച്ചേ, ഉണർവോടുകൂടി സ്തുതിച്ചേ, വലിയ അഭിഷേകത്തിന് വേണ്ടി സ്തുതിച്ചേ, ശക്തമായിട്ട് സ്തുതിച്ചേ, പ്രശ്നങ്ങളെല്ലാം വിട്ടുകൊടുത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പോരാ, നിങ്ങൾക്ക് എത്രമാത്രം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പറ്റുന്നുവോ അത്രമാത്രം ശക്തമായിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ടതുപോലെ, വ്യർത്ഥമായി ഉച്ചത്തിൽ നിലവിളിച്ചതുപോലെ ഈശോയുടെ മുന്നിലാണ് നമ്മുടെ ഹൃദയം പകരുന്നത്. ഈശോയുടെ സന്നിധിയിലാണ് നമ്മുടെ വേദനകൾ പങ്കുവെക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള, വിടുതൽ നൽകാൻ കഴിവുള്ള, ഉയർത്താൻ കഴിവുള്ള, സൗഖ്യം നൽകാൻ കഴിവുള്ള, ഉണർവ് നൽകാൻ കഴിവുള്ള ആ കർത്താവിലേക്ക് നമ്മൾ ശക്തമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ലവണ്ണം കൈയടിച്ച് പാട്ടുപാടി കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കാം. ഈശോയിലേക്ക് മാത്രം നോക്കണം, മറ്റാരിലേക്ക് നോക്കരുത്, അടുത്ത് നിൽക്കുന്നവരിലേക്ക് നോക്കരുത്, ദിവ്യഗാനത്തിലേക്ക് മാത്രം നോക്കുക. ശക്തമായിട്ട്, അത്രമാത്രം ശക്തമായിട്ട് കൈയടിക്കാവുന്നോ അതെല്ലാം മറന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി കൈയടിച്ചേ. ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ച്. അവന്റെ ശിരസിൽ കിരീടങ്ങൾ അവ നമുക്കേകുവാൻ ഉള്ളതല്ലോ. അവന്റെ ശിരസിൽ കിരീടങ്ങൾ അവ നമുക്കേകുവാൻ ഉള്ളതല്ലോ. തൂവെള്ള കുതിരമേലേറുവാനാ പ്രിയൻ നമ്മെ വിളിക്കുന്ന സമയമായി.
തൂവെള്ള കുതിരമേലേറുവാനായി പ്രിയൻ നമ്മെ വിളിക്കുന്ന സമയമാ. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചാൽ ശിരസിൽ കിരീടങ്ങൾ ചൂടാം. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചാൽ ശിരസിൽ കിരീടങ്ങൾ ചൂടാം. ചൂടിക്കട്ടെ നിന്നെ ചൂടിക്കട്ടെ കർത്താവ് വിജയം ചൂടിക്കട്ടെ. 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 ഈശോയുടെ തിരുരക്തത്താൽ കവർ ചെയ്യപ്പെട്ട നമ്മളെ അവിടുത്തെ ആത്മാവിനാൽ നിറച്ചുകൊണ്ട് അസാധാരണമായ ഒരു ശക്തിയാക്കി കർത്താവ് മാറ്റാൻ പോവുക. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, മറ്റുള്ളവരെ പരിഗണിക്കാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാനുള്ള വലിയൊരു അഭിഷേകം ശിഷ്യന്മാരുടെ മേൽ പകർന്നതുപോലെ ഈ സമയത്ത് നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. ദീപികാനത്തിലേക്ക് നോക്കിയേ, നമ്മുടെ രക്ഷകനായ കർത്താവിനെ ഒന്ന് ചേർന്ന് ആരാധിക്കാം. പ്രിയനെ നിനക്കുള്ള പുത്തൻ നാമം അറിയില്ലാർക്കുമീ മഹിതലേ. പ്രിയനെ നിനക്കുള്ള പുത്തൻ നാമം അറിയില്ലാർക്കുമീ മഹിതലേ. നയനം മുഴുവൻ നിന്റെ ശോഭ, ശരണം മുഴുവൻ ദിവ്യനാമം. നയനം മുഴുവൻ നിന്റെ ശോഭ, ശരണം മുഴുവൻ ദിവ്യനാമം. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചാൽ ശിരസിൽ കിരീടങ്ങൾ ചൂടാം. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചാൽ ശിരസിൽ കിരീടങ്ങൾ ചൂടാം. ചൂടിക്കട്ടെ നിന്നെ ചൂടിക്കട്ടെ കർത്താവ് വിജയം ചൂടിക്കട്ടെ. 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 ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് തന്നെ നിങ്ങളുടെ വലതുകരം തലയിലേക്ക് വെച്ചുകൊണ്ട് ദിവ്യഗാനത്തിലേക്ക് നോക്കി നമുക്ക് ഇപ്രകാരം ഏറ്റു പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കണമേ, സമൂഹത്തെ നിറയ്ക്കണമേ. ഈശോയെ, ഈ നൂറ്റാണ്ടിൽ ഒരിക്കലും പകർന്നിട്ടില്ലാത്ത ഒരഭിഷേകം ഇന്ന് ഞങ്ങളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിലും എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബാംഗങ്ങളിലും വലിയൊരു അഭിഷേകം നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിറവിനാൽ, ധൈര്യത്താൽ, സ്നേഹത്താൽ, സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ശരീരം മുഴുവൻ, ഞങ്ങളുടെ മനസ്സ് മുഴുവൻ, ഞങ്ങളുടെ ആത്മാവ് മുഴുവൻ അവിടുത്തെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ഉച്ചത്തിൽ സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിച്ചേ. ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം വരികയാണ് നിങ്ങളുടെ മേൽ. ഹല്ലേലൂയ. മഹത്വം കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം കർത്താവേ സ്തുതിക്കുന്നു. ഉണർവോടുകൂടി സ്തുതിച്ചേ. ഇന്ന് വിടുതൽ വേണമെന്നോർത്ത് സ്തുതിച്ചേ. ദിവികാരന് നാഥനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചേ. ഈ കഴിഞ്ഞ നാളുകളിൽ പാല സെൻറ് തോമസ് കോളേജിൽ പ്രിൻസിപ്പാളായി ചുമതലയേറ്റ പാലാ രൂപതയിലെ ഒരു ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്.
അച്ഛൻ ഏതാനും നാളുകൾക്ക് മുമ്പ് അച്ഛൻ്റെ സൗണ്ട് പോയി, അച്ഛൻ്റെ ഈ താട ഇങ്ങനെ ചെരിഞ്ഞു പോയി, ശബ്ദം പോയി, അതുപോലെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. അങ്ങനെ ഇരിക്കെ അച്ഛൻ കിടങ്ങൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ചാപ്പലിൽ ഇരുന്നുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുക. അച്ഛൻ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈശോയുടെ മുന്നിൽ ഇങ്ങനെ തല കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ 2 കാര്യം പറഞ്ഞു. കർത്താവേ, 1, എനിക്ക് എൻ്റെ സൗണ്ട് തിരിച്ചു തരണം. 2, എനിക്ക് പരിശുദ്ധ കുർബാന ബലി അർപ്പിക്കണം. 3, എനിക്ക് വചനം പ്രഘോഷിക്കണം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ അങ്ങനെ പറഞ്ഞ് സങ്കടത്തോടു കൂടി ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ പറയുന്നു, അച്ഛൻ്റെ താടിയിൽ ആരോ തട്ടുന്നതായിട്ട് അനുഭവപ്പെട്ടു. അച്ഛൻ തല ഉയർത്തി നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, അച്ഛൻ്റെ ചെരിഞ്ഞ് മാറിയിരുന്ന താട ആ സമയം മുതൽ നേരെയായി. 2, അച്ഛൻ്റെ സൗണ്ട് തിരിച്ചു വന്നു. അച്ഛന് ബലി അർപ്പിക്കാനും വചനം പ്രഘോഷിക്കുവാനുമായിട്ട് ആ സമയം മുതൽ കർത്താവ് ആരോഗ്യവും ശക്തിയും ബലവും തിരിച്ചു കൊടുത്തു. ഇന്ന് അച്ഛൻ പാല അൽഫോൺസ കോളേജിലെ പ്രിൻസിപ്പാളായിട്ട് ചുമതലയേറ്റിരിക്കുന്നു. അച്ഛനെ സൗഖ്യപ്പെടുത്തിയ, ജീവൻ കൊടുത്ത, ശക്തി കൊടുത്ത അതേ പരിശുദ്ധമായ ഈശോയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എല്ലാം മറന്ന ഉച്ചത്തിലൊന്ന് സ്തുതിച്ചു. ഹല്ലേലൂയ! സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. ഉണർവിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒറ്റ സംഭവം അവിടെ പറയുകയാണ്. ഒരു ലോറി ആക്സിഡൻറ്റിൽ പെട്ട് ഒരു സഹോദരനെ പിറവത്തെ ഒരു കൺവെൻഷനിൽ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും പുറത്താക്കി അങ്ങേ അറ്റത്താക്കി കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക. ശരീരം മുഴുവൻ തളർന്നുപോയി. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരം മൊത്തം തളർന്നു പോയ ആ മനുഷ്യൻ, നിങ്ങൾ ദിവ്യഗാനത്തിലേക്ക് നോക്കണം കേട്ടോ. ഇപ്പോൾ മുതൽ നോക്കണം. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് സ്തുതിക്കാനുള്ള കൃപ തരുന്നുണ്ട്. അങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തളർന്നു കിടക്കുന്ന 40 വയസ്സടുത്ത് പ്രായമുള്ള ചെറുപ്പക്കാരനോട് ഉള്ളിലിരുന്ന് കർത്താവ് പറയുക, നിനക്കിപ്പം കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റും, നിന്റെ ശരീരത്തിലേക്ക് ഇപ്പം ശക്തി വരുന്നുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ. തളർന്നു കിടന്ന ആ മനുഷ്യൻ ആരുടെ സഹായമില്ലാതെ കൈകാലുകൾ ചലിപ്പിക്കാൻ തുടങ്ങി. അവൻ പയ്യെ എഴുന്നേറ്റ് ദിവ്യകാരനും എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആ വചനവേദിയിലേക്ക് തനിയെ കടന്നു ചെന്നു. ജനം മുഴുവൻ ഉച്ചത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ വ്യാപരിച്ചു. ഇന്ന് ആ ചെറുപ്പക്കാരനെ തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിച്ച അതേ ദിവ്യകാരനെ നാഥനായ ഈശോ നിന്റെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ ജീവിത പങ്കാളിയിൽ അത്ഭുതം പ്രവർത്തിക്കും. സാമ്പത്തിക മേഖലയിൽ അത്ഭുതം പ്രവർത്തിക്കും. അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കും. അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തരും. ആർത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ! സ്തുതിച്ചേ. ഹല്ലേലൂയ! മഹത്വം. ആരാധന ഉച്ചത്തിൽ ശരീരത്തിൽ മുഴുവനുള്ള ശക്തി ഉപയോഗിച്ച് സ്തുതിച്ചു. ഇന്ന് വിടുതലിന്റെ സമയമാണ്. ഇവിടെ സ്തുതിക്കുമ്പോൾ വീട്ടിൽ അത്ഭുതം നടക്കും. ഇവിടെ സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. സൗഖ്യങ്ങൾ ഉണ്ടാകും. നിത്യജീവന്റെ അഭിഷേകം ഉണ്ടാകും. സമാധാനവും സന്തോഷവും കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കും. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. വിടുതലുകൾ സംഭവിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ആരാധിച്ചേ. നല്ലവണ്ണം കൈയടിച്ചേ. അരൂപിയാൽ നിറയാൻ കവിയാൻ വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. അരൂപിയാൽ നിറയാൻ കവിയാൻ വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. ഞങ്ങളെ നിറയ്ക്കണമേ ഈ സമയത്ത്.
കൃപയാൽ നിറയാൻ കവിയാൽ വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയ്ക്കണമേ, കവിഞ്ഞൊഴുകണമേ. അഭിഷേകം നിറയട്ടെ. ശക്തി കൊണ്ട് നിറയാൻ വേണ്ടി മാത്രം ദാഹിച്ച് പ്രാർത്ഥിച്ചേ. സഹായകൻ അണയുമ്പോൾ സദാ വസിച്ചവരുള്ളിൽ അനുസ്മരിപ്പിച്ചിടും അനന്തമാമൻ വചനം. സഹായകൻ അണയുമ്പോൾ സദാ വസിച്ചവരുള്ളിൽ അനുസ്മരിപ്പിച്ചിടും അനന്തമാമൻ വചനം. അരൂപിയാൽ നിറയാൻ കവിയാൽ വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. കർത്താവിൻ്റെ ആത്മാവേ, ഞങ്ങൾ നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ കർത്താവിനെ കാണിക്കുന്ന സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയുക. ഒന്ന് കരം നീട്ടി പ്രാർത്ഥിച്ചേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ അങ്ങ് ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ സാമ്പത്തികമായ എല്ലാ ബന്ധനങ്ങളെയും ഇപ്പോൾ തകർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചേ. ദിവികാനനാഥനായ ഈശോ, ഞങ്ങൾ ഒരിക്കലിങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയി 16 വർഷമായിട്ടുള്ളൊരമ്മച്ചിയെ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നു. ഇങ്ങനെ ഈ വണ്ടി, എൻ്റെ പേരനാണ്, വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. ഫിന്നി എന്ന് പറയുന്ന ഒരു സഹോദരന് അവിടെ നിന്നുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയാൽ അസാധാരണമായ രീതി വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ആത്മാവിലെ ചേതനയിലെ സന്ധിബന്ധങ്ങളിലെ അസ്ഥിയിലെ മജ്ജയിലെ തുളച്ചു കയറുന്നതാണ്. ആത്മാവിൻ്റെ ശക്തിയാൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയ 14 വർഷത്തിലേറെ തളർന്നു പോയിരിക്കുന്ന അമ്മച്ചിയുടെ കാല് വിരലുകളിലേക്കും പാദത്തിലേക്കും ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലാൻ തുടങ്ങി. മസിൽസുകൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, അസ്ഥിക്ക് ബലമുണ്ടാകാൻ തുടങ്ങി, ഞരമ്പുകൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. ജനം നോക്കി നിൽക്കെ 14 വർഷത്തിലേറെയായി അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയി വീൽ ചെയറിലിരുന്ന അമ്മച്ചി ഒരു കൊച്ചു കുഞ്ഞു കണക്കെ ആ കൺവെൻഷൻ ഗ്രൗണ്ടിലൂടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത നാളുകളിൽ ഒരു വണ്ടി വന്ന് തട്ടി 30ഓളം വയസ്സ് പ്രായമുണ്ടായിരുന്ന ആക്റ്റീവ സ്കൂട്ടർ യാത്ര ചെയ്തിരുന്ന ഒരു സഹോദരി ഏറ്റുമാനൂർ ടൗണിൽ വെച്ച് നിലത്തുപോയി. അവരുടെ ശരീരം മുഴുവൻ തളർന്നുപോയി. മുണ്ടകയത്തൊരു പള്ളിയിൽ ആ സഹോദരിയെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക. ജനം ഇങ്ങനെ ഒരുമിച്ച് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ആ സഹോദരിയുടെ നേരെ കൈ നീട്ടിട്ട് പറഞ്ഞു, യേശുക്രിസ്തു നിന്നെ സൗഖ്യപ്പെടുത്തുന്നു, അത്ഭുതകരമായി ശക്തി ഇറങ്ങുന്നു. ജനം ഒന്നൊരുമിച്ച് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മൊത്തം തളർന്നുപോയ ആ സഹോദരി ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യം ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ആ മലങ്കര കത്തോലിക്ക സെന്റ് ജോർജ് പള്ളിയിലൂടെ അവൾ ഓടി നടന്നു. ഇപ്പോൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലും കർത്താവിൻ്റെ ജീവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ ശക്തി. ഇന്ന് വിശ്വാസത്തിൻ്റെ അഭിഷേകം കൊണ്ട് കർത്താവ് നിറയ്ക്കുകയാണ്. ദിവികാരണത്തിൽ നിന്ന് സൗഖ്യം ഒഴുകി വരികയാണ്. തലമുറയായി കെട്ടിയിട്ടിരുന്ന കെട്ടുകൾ പൊട്ടിമാറുകയാണ്. സാത്താന്റെ ആധിപത്യങ്ങൾ തകർന്നു പോവുകയാണ്.
അളവില്ലാത്ത മഹാശക്തി കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നെ തടയാൻ, നിന്റെ കുടുംബത്തെ തടയാൻ ഇനി ഒരു ശക്തിക്കും പറ്റാത്ത രീതിയിൽ യേശു നിന്റെ കെട്ടഴിച്ചു വിടുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, വിവാഹ തടസ്സങ്ങളെ പൊട്ടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ കുടുംബത്തെ ഒതുക്കിയിട്ടിരിക്കുന്ന ദുഷ്ട പോരാട്ടങ്ങൾ ഈ സമയത്ത് ദീപികാനാഥനായ ഈശോ ഈ സമയത്ത് മുറിച്ചു കളയുന്ന ഈ സമയത്ത്, തൈറോയ്ഡ് ഗ്രന്ഥികൾ നോർമലാകുന്ന ഈ സമയത്ത്, ഡയബറ്റിക് മാറിപ്പോകുന്ന ഈ സമയത്ത്, പ്രഷർ വേരിയേഷൻ നോർമലാകുന്നു, ക്യാൻസറിന്റെ അണുക്കൾ നിർവീര്യമാകുന്നു, ട്യൂമറിന്റെ അണുക്കൾ നിർവീര്യമാകുന്നു, യൂട്രസ് പ്രോബ്ലം മാറിപ്പോകുന്നു, നട്ടലിന്റെ രോഗങ്ങൾ മാറുന്നു, ലങ്സിന്റെ രോഗങ്ങൾ മാറുന്നു, ഹാർട്ടിന്റെ രോഗങ്ങൾ മാറുന്നു, തലച്ചോറിന്റെ രോഗങ്ങൾ മാറുന്നു, അലർജിയുടെ രോഗങ്ങൾ മാറിപ്പോട്ടെ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ആത്മാവിന്റെ പകർച്ച ഉച്ചത്തിൽ സ്തുതിച്ചു. നിർത്തരുത്. ഓരോ സ്തുതിപ്പും ഇരട്ടി ശക്തി സ്തുതിച്ച്. ഉച്ചത്തിൽ വേഗം സ്തുതിച്ച്. ഉച്ചത്തിൽ വേഗം സ്തുതിച്ച്. എനിക്ക് കാണാം തീനാവുകളുടെ രൂപത്തിൽ ആത്മാവ് ചിലരുടെ തലയ്ക്ക് മുകളിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന എനിക്ക് കാണാം. ഈശോയുടെ ആണിപ്പഴുതുള്ള കരം ചില തലയുടെ മുകളിൽ വെച്ചിരിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. ഈശോ നിങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി വന്ന് നടക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. മതി വരുവോളം സ്തുതിച്ചു. ഇന്ന് എന്തെല്ലാമോ കാര്യം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അത്യുന്നത ശക്തി തുറക്കണേ കർത്താവേ. ഇവിടെ ഈ കൂടിയിരിക്കുന്ന പരിശുദ്ധമായ ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന 100 പേർക്കും 100% ആൾക്കാർക്കും കർത്താവ് ശക്തമായിട്ട് സ്തുതിക്കാനുള്ള അഭിഷേകം തന്നു കഴിഞ്ഞു. ഇനി അതങ്ങ് ഉപയോഗിച്ചാൽ മതി. എനിക്ക് ഭാഷാപരമില്ലാത്തവർക്കെല്ലാം കർത്താവ് ഭാഷാപരം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നാവിന്റെ കെട്ടുകൾ അഴിയുന്നുണ്ട്.
വായെ വിസ്താരത്തെ തുറന്ന് സ്തുതിക്കാനുള്ള അഭിഷേകം തരുന്നു. മഹതം കർത്താവേ, സ്തുതിക്കുന്നു. അനേകർക്ക് ശക്തമായിട്ട് സ്തുതിപ്പിന്റെ അഭിഷേകം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തില്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധനങ്ങൾ പൊട്ടുന്ന ഒരു പുതിയ സ്തുതിപ്പിന്റെ അഭിഷേകം കർത്താവ് തരുന്നുണ്ട്. യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്നൊന്നുകൂടി വിളിച്ചേ, ഉറക്കെ വിളിച്ചേ യേശുവേന്ന്. രക്ഷ പ്രാപിക്കാനുള്ളവർ ഉറക്കെ ഒന്ന് വിളിച്ചേ, പല പ്രാവശ്യം വിളിച്ചേ, ഒരപ്പനെ വിളിക്കുന്ന പോലെ വിളിച്ചേ, ഒരു സ്നേഹമുള്ള അപ്പനെ വിളിക്കുന്ന പോലെ വിളിച്ചേ. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, ഓ സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. മുട്ടുമേന്ന് വയ്ക്കാം നമുക്ക്. സിസ്റ്റർ വരുന്ന ഈ സമയത്ത് നമുക്ക് രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, ലോകമെമ്പാടും ഒത്തിരിയധികം അപകടങ്ങൾ, കൊലപാതകങ്ങളെല്ലാം നടക്കുന്നു. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവരെല്ലാം നിറയാനായിട്ടൊന്ന് കൈയുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവെ എല്ലാ യുവജനങ്ങളിലും ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രകൃതിക്ഷോഭ ദുരന്തങ്ങൾ, ഇടിവെട്ട്, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂകമ്പം, പേമാരി, പകർച്ചവ്യാധികളിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. വാഹന അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഈ സെൻറ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ നടക്കുന്ന ശുശ്രൂഷകൾ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റ് ധ്യാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു സ്തോത്രം. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. ഒരു നിമിഷം ഞങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ചല്ല ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഒന്ന് സ്തുതിക്കാമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രഭാതം മുതൽ ഈ നിമിഷം വരെ താവ് ചൊരിഞ്ഞ വലിയ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. താവ് കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ബെന്നി ബ്രദറിനെ ഓർത്ത് നന്ദി പറയാം. കുടക്കച്ചിറയിൽ നിന്ന് ഇത്രയേറെ ഒരു യാത്ര ചെയ്ത് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ മകനും കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായിട്ട് ഇത് മാറട്ടെ. പ്രിയപ്പെട്ട ബെന്നി ബ്രദറിൻ്റെ തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവ് ഏറ്റെടുക്കുന്നത് കണ്ട് നമ്മൾ നന്ദിയോടെ രണ്ട് കരങ്ങളുയർത്തി പ്രഭാതം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പെരുമഴ ഇവിടേക്ക് ഒഴുകിയതിനെ ഓർത്ത് നന്ദിയോടെ ഒന്ന് ഹൃദയം തുടങ്ങി സ്തുതിക്കാമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താവേ പ്രിയപ്പെട്ട ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനശുശ്രൂഷയ്ക്കായി കടന്നു ജോബിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകാൻ ഇവിടെ മാത്യച്ഛനെ ഓർത്ത് നന്ദി പറയുന്നു. SPD സെമിനാരിയിലെ ഓരോരുത്തരെ ഓർത്ത് നന്ദി പറയുന്നു. ഈ കാർമൽ കുടുംബത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇവിടെയുള്ള ഓരോ സിസ്റ്റേഴ്സിനെ ഓർത്ത് നന്ദി പറയുന്നു. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദിവ്യാനനാഥൻ്റെ ആശീർവാദം നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധ പരമമാം ദിവ്യകാരണത്തെ നമുക്ക് ആരാധിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാനൊക്കെയായി ഒരുങ്ങുമ്പോൾ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. താവേ അടിയൻ്റെ കുടുംബം
ഒരിക്കലും അങ്ങിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ അങ്ങ് തിരുവെള്ളമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ ഇത്രത്തോളം ഉയർത്തുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്താണ് എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് സമാപന ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.